എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. പെട്ടെന്നാണ് ഈ ഒരു ലൈവ് ക്ലാസ് ഒന്ന് അറേഞ്ച് ചെയ്തത്. കാരണം കുറേ തിരക്കുകളുണ്ടായിരുന്നു. അന്നേരം ട്രാവൽ ചെയ്ത് വന്ന സമയത്ത് ഞാൻ കരുതി. കാരണം മെയിനായിട്ടുള്ള കാരണം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അലൈൻമെൻറ്റ് മാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ സംശയങ്ങൾ നമ്മൾ പുതിയ ബാച്ച് നാളെ ആരംഭിക്കുമ്പോഴാണ്. അതിനെക്കുറിച്ചും പിന്നെ പണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടെക്നിക്സും അതിൻ്റെ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അന്നേരം ഈ ഒരു ലൈവിലേക്ക് അങ്ങനെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. നമ്മളെ ഈ ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുൻപായി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അൻവിന്ദ് എന്നാണ്. 4-5 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. ഒരു 10 വർഷമായിട്ട് ഇതിൻ്റെ പിറകിലാണ്. ലോ ഓഫ് അട്രാക്ഷൻ, സൈക്കോളജി, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അന്നേരം നമ്മളെ യൂട്യൂബ് ചാനലിൽ ഏകദേശം ഒരു 90-95% കാര്യങ്ങളും സക്സസ് സ്റ്റോറീസാണ്. ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു 10% സക്സസ് സ്റ്റോറീസ് പോലും ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, നേരെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി നിങ്ങളെ എക്സ്പീരിയൻസ്, നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ എല്ലാ ഫ്രീ ക്ലാസ്സിലും നിങ്ങളുടെ 5 പേരുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ ലോ ഓഫ് അട്രാക്ഷനിലൂടെ മാനിഫെസ്റ്റ് ചെയ്ത ചെറുതോ വലുതോ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് 5 പേർക്കാണ് അവസരം. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ദുർഗാദേവി മേഡാണോ ആദ്യം പറയുന്നത്? ആ ആ ഓക്കെ, വീഡിയോ ഓൺ ചെയ്തോളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. എനിക്ക് നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. ഇത് എലമെന്റ്സ് ഈ മറ്റേ മെഡിറ്റേഷൻ ചെയ്തിട്ട് സാറിന്റെ ഓരോ വാക്കുകളും എനിക്ക് നല്ല ഒരു പോസിറ്റീവാണ്. എന്തായാലും ഞാൻ സൂപ്പറാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും ഈ ഒരു ഇതേപോലുള്ള ഹലോ മാനിഫെസ്റ്റ്, ചിലപ്പോൾ ജോലി ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, എന്തോ ആട്ടെ, ലോ ഓഫ് അട്രാക്ഷനുമായി നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് മാനിഫെസ്റ്റ് ചെയ്തെടുത്തത്? നമ്മൾ അത് പങ്കുവെക്കുന്നതനുസരിച്ച് ഹലോ സർ, പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഹലോ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. എൻ്റെ പേര് ഷൈബ. ഞാനിത് 2 മാസത്തിനടുത്തായി സാറിൻ്റെ ഈ ഫ്രീ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട്. ഇതിനു മുമ്പ് എനിക്ക് ഈ യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ ചെറുതൊന്ന് ചെയ്തുതരാം. എനിക്ക് ഒത്തിരി പൈസേൻ്റെ വിഷമം വന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ഈ 28 ആഗ്രഹങ്ങൾ എഴുതി. പിന്നെ അപ്പോൾ അതിനകത്ത് ഞാൻ ചെറുതായിട്ടുള്ള കാര്യങ്ങളെ ചെയ്തു വെച്ചിട്ടുള്ളൂ. കാരണം എൻ്റെ ഒരു മൂക്കുത്തി വീണുപോയി, ഊരി വെച്ചെടുത്തുനിന്ന് പിന്നെ കാണുന്നില്ലേനു. അപ്പോൾ എനിക്ക് ആ ഒരു മൂക്കുത്തി വാങ്ങണമായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓരോ പ്രോബ്ലം കാരണം അത് മാറ്റി വെച്ച് പക്ഷേ ഈ 28 ചെയ്തതിന് ശേഷം 28 ആഗ്രഹങ്ങൾ എഴുതി വെച്ചതിനകത്ത് ഇപ്പം എനിക്കതൊരു പിന്നെ മൂക്കുത്തി വാങ്ങാൻ പറ്റി. അത് പെട്ടെന്ന് തന്നെ എനിക്ക് അത് കിട്ടി. അപ്പോൾ അതിന് ശേഷം സാർ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എല്ലാം പോസിറ്റീവായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ വീട്ടിലൊരു മരണം നടന്നിരുന്നു. പിന്നെ അമ്മേൻ്റെ അമ്മ. അപ്പോൾ അതിന് ശേഷം പെട്ടെന്ന് എനിക്ക് എന്തോ മാനസികമായിട്ടൊരു പ്രശ്നങ്ങൾ, എന്തെല്ലോ അസ്വസ്ഥത ഉണ്ടായിരുന്നു. കാരണം പിന്നെ അത് പെട്ടെന്ന് നിന്ന് ഞാൻ ചെയ്ത എല്ലാം രാവിലെ എഴുന്നേൽക്കുന്നത്, മെഡിറ്റേഷൻ കാര്യങ്ങൾ അങ്ങനത്തെ പെട്ടെന്ന് അവിടെ നിന്നുപോയി. പിന്നെ എനിക്ക് അതിനൊരു റിക്കവർ ഒന്നും എനിക്കൊരു ഭയങ്കര ടെൻഷനായി. പിന്നെ ഇപ്പം ഞാൻ വീണ്ടും അത് ചെയ്തു തുടങ്ങുന്നതാണ്. പക്ഷെങ്കിൽ പഴയ ആ ഒരു ഊർജ്ജം എനിക്ക് കിട്ടുന്നേ ഇല്ല. ഞാനിനി എന്താ ഓക്കെ, ചെയ്യേണ്ടത് ഒന്നുകൂടി ഒന്ന് എനിക്കറിയില്ല. റീസ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നീ വേറെ ആർക്കെങ്കിലും ഇതേപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷനുമായി, അത് ചെറുതോ വലുതോ ആട്ടെ, ജസ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ചിലപ്പോൾ നിങ്ങളെ ജോലി ആവാം, മറ്റ് പണമാവാം, ഇല്ലെങ്കിൽ എന്തോ ആവട്ടെ, ചിലപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആവാം, എന്തോ ആവാം, ജസ്റ്റ് ഷെയർ ചെയ്യാം. ഹലോ, പറഞ്ഞോളൂ. സാർ എന്നോടല്ലേ പറയാൻ പറഞ്ഞേ? അല്ല, നിങ്ങളോടെയല്ല, വേറെ ആരോടെയാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ. ഓക്കെ, വേറെ ആർക്കും ഇതേപോലെ നല്ല അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. സാറേ, ഞാൻ ഒരു 10 വാക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നിന് ഞാൻ സ്റ്റിച്ചിങ് ചെയ്യുന്ന ആളാണ്. അപ്പൊ കുറെ തുണികൾ തയ്ക്കാൻ കിട്ടണേന്നായിരുന്നു. അതെനിക്ക് വിചാരിക്കാണ്ടപ്പോ കുറച്ച് തോനെ അങ്ങനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇങ്ങനെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി ഒരാളെയും കൂടി വെക്കാൻ ശ്രമിക്കണം. ഓക്കെ ഓക്കെ, അങ്ങനെ. അതായത് സന്തോഷം. സാറിന്റെ നാളത്തെ ക്ലാസ്സിൽ ഞാനുണ്ട്, രാവിലത്തെ. രാവിലത്തെ ജോയിൻ ചെയ്തല്ലേ? രാവിലെ. പിന്നെ സാറേ, അത് എങ്ങനെയാ എന്താണ്, നമ്മള് കുളിക്കൊന്നും വേണ്ടല്ലോ? ഇല്ല, ഇങ്ങനെ ബാത്റൂമിലും കാര്യങ്ങളും പോയാൽ മതി. ഓക്കെ ഓക്കെ, ശരി. ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ശരി. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. നിങ്ങളുടെ ലൈഫിലെ സംഭവിച്ച അത് ചെറുതോ വലുതാവട്ടെ.
രാവിലത്തെ ക്ലാസ് എങ്ങനെ എടുക്കുന്നത്? അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അന്നേരം ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. പലരും ഇപ്പം തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് അലൈൻമെൻറ്റ് മാസ്റ്ററി. അന്നേരം ഞാനതൊരു പ്രസൻറ്റേഷൻ വെച്ചിട്ട് തന്നെ നമ്മൾ നൽകാൻ സാധിക്കുന്നതാണ്. അതായത് അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ് ഞാനിപ്പോൾ ഏകദേശം ഒരു നാളെ 5ാമത്തെ ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറയുന്നത് ഒരു കോഴ്സല്ല, ഒരു ലൈഫ് സ്റ്റൈലിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ അലൈൻമെൻറ്റ് മാസ്റ്ററിയോട് ഉദ്ദേശിക്കുന്നത്. കാരണം പലപ്പോഴും ഞാൻ ഒരു 4-5 വർഷമായിട്ട് കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പല ട്രെയിനേഴ്സിനെയും പല വലിയ വലിയ മാനിഫെസ്റ്റേഷനും അബുദാബി ബിഗ് ടിക്കറ്റ് വരെ പലർക്കും അടിച്ചിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാം ഇപ്പം പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് കുറച്ച് സമയം അവർ ഭയങ്കര പോസിറ്റീവും ഭയങ്കര ഹൈ വൈബിൽ നിൽക്കും. അത് ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ലോ ആയിട്ട് എനിക്ക് മെസ്സേജ് അയക്കും, കോൾ ചെയ്യും, സാറേ പോസിറ്റീവ് വൈബ് കിട്ടുന്നില്ല, ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ് അലൈൻമെൻറ്റ്. ഇങ്ങനെ പ്രോബ്ലം എനിക്ക് മനസ്സിലായി. അത് ചക്ര മാനിഫെസ്റ്റേഷൻ അറ്റൻഡ് ചെയ്തിട്ട് അത്രയും റിസൾട്ട് കിട്ടിയ ആൾക്കാർ വരെ 1 മാസം 2 മാസം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു മൊത്തം ഡിപ്രഷനിലാണ് കാര്യങ്ങളാണ്. റിലേഷൻഷിപ്പ് മാസ്റ്ററി നല്ല സ്മൂത്തായിട്ട് പോകുമായിരിക്കും. അവർ പിന്നെ മെസ്സേജ് അയക്കുന്ന സമയത്ത് അവർ പറഞ്ഞു റിലേഷൻഷിപ്പ് തകർന്ന് എല്ലാം പൊളിഞ്ഞ് ഇനി എന്താ ചെയ്യേണ്ട രീതിയിൽ പലരും മെസ്സേജ് അയച്ചിരുന്നു. അന്നേരം എനിക്ക് മനസ്സിലായി ഈ അലൈൻമെൻറ്റ് എന്ന് പറയുന്ന കാര്യം. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ലൈഫിലും, അതായത് ഞാൻ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് പോലും എൻ്റെ ലൈഫിൽ ഇതേപോലെ പ്രാക്ടീസുകൾ മുടങ്ങിക്കഴിഞ്ഞാൽ ഡൗൺ ആയി പോകാറുണ്ട്. കാരണം നമ്മളെപ്പോഴാണോ നമ്മളെ വൈബ്രേഷൻ ലെവൽ ഹയറാക്കി വെക്കുന്നത് അന്നേരം മാത്രമാണ് നമ്മുടെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കുക. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൽ അലൈൻമെൻറ്റ് മാസ്റ്ററിയിൽ നമ്മൾ ഒരു 30 മിനിറ്റ്സ് അല്ല 1 അവർ ക്ലാസ് ആണ്. അതിൽ 15 മിനിറ്റ് വിപസ്സന മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു ധ്യാനം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ പറയാണ്ട് നമ്മൾ ആ ഒരു എംപ്റ്റിനെസ്സിനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ കുറേ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. മനസ്സിൽ കുറേ ചിന്തകൾ, ഇങ്ങനെ അനാവശ്യമായ ചിന്തകൾ, നെഗറ്റീവായ ചിന്തകൾ. അന്നേരം ആ ചിന്തകളെല്ലാം തന്നെ നെഗറ്റീവാണ്. ആ ചിന്തകളെ നിരീക്ഷിച്ചിട്ട് നമ്മൾ അതിനെ മെഡിറ്റേറ്റ് ചെയ്ത് വിപസന എന്ന് പറയുന്നത് ബുദ്ധന് ബോധോദയം ലഭിച്ച മെഡിറ്റേഷനാണ്. ഇതിൽ ഇതിൽ ഈ ക്ലാസ്സിൽ ഇപ്പം സുരേഷ് സാറെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. സുരേഷ് സാറ്, യാമിനി, അങ്ങനത്തെ കുറേ പേര് ഇപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം അതായത് മനസ്സിലെ ചിന്തകളും കാര്യങ്ങളെല്ലാം തന്നെ നിരീക്ഷിച്ച് വരുന്നതിനനുസരിച്ച് ഒരു ക്ലാരിറ്റി നമുക്ക് വരും. ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒരു 4-5 വർഷം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ലോ ഓഫ് അട്രാക്ഷനിലെ 55x5 2 കപ്പ് മെത്തേഡ് 369 മെത്തേഡ് മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള രീതിയിലാണ് ചിന്തിച്ചത്. പിന്നെയാണ് മനസ്സിലായത് ഇതല്ല വേണ്ടത്, നിങ്ങളെ മെഡിറ്റേഷൻ അത്രയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, വിപസന മെഡിറ്റേഷൻ പഠിച്ചു. അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം മനസ്സിലെ ചിന്തകളുടെ അളവ് കുറഞ്ഞു. ഉള്ള ചിന്തകൾ ക്വാളിറ്റി ചിന്തകളായി നമുക്ക് എനർജിയെ ഫോക്കസ് ചെയ്യാൻ സാധിച്ചു. മാനിഫെസ്റ്റേഷൻ അതിലൂടെ എനിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല ചെറുതും വലുതായിട്ടുള്ള കാര്യവും അതിനുപരിയായിട്ട് മനസ്സിനൊരു സമാധാനമുണ്ട്. കൂടുതൽ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ ഒരാളായിരുന്നു ഞാൻ. വെറുതെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, വെറുതെ നാളത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. അതായത് നിങ്ങൾ മെഡിറ്റേഷൻ ജസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു 5 മിനിറ്റ്സ് വെറുതെ വിപസന മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം ശ്രദ്ധിച്ചിട്ട്, വിപസന മെഡിറ്റേഷനിൽ അനാപാന മെഡിറ്റേഷൻ വെറുതെ ഒരു 5 മിനിറ്റ് ശ്വാസം ശ്രദ്ധിച്ചിരുന്ന് നോക്കൂ, മനസ്സിലെ ചിന്തകളുടെ അളവ് കുറയും. അത് നിങ്ങൾക്കിപ്പോൾ 5 മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കില്ല, അതെനിക്കറിയാം. ഓക്കെ, 5 മിനിറ്റ് അന്നേരം നമ്മൾ ആ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത് എല്ലാവരും ഈ അലൈൻമെൻറ്റ് മാസ്റ്ററിയിൽ എത്രയോ ബാച്ച്, അതായത് 2-3 ഫസ്റ്റ് ബാച്ച് മുതൽ തുടങ്ങിയ ആൾക്കാണ്ട്. ഇപ്പം മായ മേഡം എല്ലാം നല്ല കുറേ ടെൻഷനും കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതായത് ഇപ്പം ഫുൾ അത് ബാലൻസ് ചെയ്യാൻ സാധിച്ചു, അതിനെ ഹീൽ ചെയ്യാൻ സാധിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അലൈൻമെൻറ്റ് മാസ്റ്ററിയുള്ളത്. പിന്നെ അടുത്ത കാര്യമാണ്, നമ്മൾ ഏത് അലൈൻമെൻറ്റ് മാസ്റ്ററിയുള്ള ക്ലാസ് എടുക്കുകയാണെങ്കിലും ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒരു കാരണവശാലും വിടാത്തൊരു ടോപ്പിക്കാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ്. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം പണം എന്ന് പറയുന്ന കാര്യം കുറേ ടെക്നിക്കുകളും കാര്യങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചിട്ട് ഒരു സമയം അതിന് റിസൾട്ട് കിട്ടും. പിന്നെയാണ് മനസ്സിലായത് എൻ്റെ ഉള്ളിലുള്ള എൻ്റെ കഴിവിനെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. എൻ്റെ കഴിവെന്ന് പറയുന്നത് പലരും ചിന്തിക്കുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങളെന്നുള്ളത് അല്ല. നിങ്ങളുള്ളിൽ ഹിഡൻ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. കുട്ടിക്കാലം, നമ്മൾ കുട്ടിക്കാലത്തുള്ള നമ്മളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ന ചൈൽഡ്. ഇത് കാണില്ലേ, ആ ചിത്രം നോക്കുകയെന്ന് മനസ്സിലാവും. അതായത് ഈ വലുത് നിങ്ങളാണ്, ഈ ചെറുത് നിങ്ങളുടെ കുട്ടിക്കാലാണ്. അതിലേക്ക് നിങ്ങൾ കൈ കൊടുക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ഏതാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇനീഷ്യൽ ടൈമിൽ ഈ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളെല്ലാം തന്നെ വെറുതെ ചെയ്ത കാര്യമായിരുന്നു.
വെറുതെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാവുന്ന രീതിയിലാണ് ചിന്തിച്ചത്. പിന്നെ ഞാൻ ഹീൽ ചെയ്തു. എൻ്റെ ഇതേപോലെ തന്നെ ഓരോരോ ക്ലാസ്സുകളിൽ പങ്കെടുത്ത് ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലായി ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ പോകേണ്ട ആളല്ല എന്നുള്ളത്. കാരണം കൊറോണ സമയത്താണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളിലും ഞാൻ കുറേ ക്ലാസ്സുകൾ പങ്കെടുത്തു. നല്ല, അതായത് വലിയ ഇംഗ്ലീഷുകാരുടെ അങ്ങനത്തെ പ്രോഡക്റ്റോ അങ്ങനെയുള്ള പലരുടെയും അത് വലിയ പണത്തിനാണ്. അതെല്ലാം പങ്കെടുത്തു. അതിലെല്ലാം മനസ്സിലായി, കുറേ കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്തതിന് ശേഷമാണ് ഞാൻ എടുക്കേണ്ട ഒരു പ്രൊഫഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ല. സത്യത്തിലും ഞാനൊരു എഞ്ചിനീയർ, ഞാൻ ബേസിക്കലി ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അന്നേരം എന്തുകൊണ്ട് ഞാൻ എഞ്ചിനീയറിംഗ് മേഖല എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയാറുണ്ട് എലൈൻമെൻറ്റ് മാസ്റ്ററിയിൽ എൻ്റെ കുടുംബത്തിൽ ആദ്യത്തെ എഞ്ചിനീയർ ഞാനാണെന്നുള്ളത് എന്തോ പണ്ടേ എടുത്ത ശബ്ദം പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. നീയാണ് എഞ്ചിനീയർ രീതിയിൽ. അങ്ങനെ എഞ്ചിനീയറിംഗ് ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹാപ്പിനെസ്, ട്രൂ ഹാപ്പിനെസ് എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പലർക്കും അനുഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും ട്രൂ ഹാപ്പിനെസ് എന്താണെന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലേ? ജോലി ചെയ്യുന്നുണ്ടാവും, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും, എന്നാൽ നമുക്ക് ഹാപ്പിനെസ് ഇല്ല. ഹാപ്പിനെസ്സിനെ കണ്ടെത്തണമെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ എന്താണ്, ഏതാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം കണ്ടെത്തിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആൾക്കാരെ ഹെൽപ്പ് ചെയ്ത് പലരും എൻ്റെ കൂടി പറയാറുണ്ട്, നിന്നോട് സംസാരിക്കുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റിവിറ്റി വരും, നിനക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും, നീ എന്നെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. അന്നേരം അങ്ങനത്തെ ക്വാളിറ്റീസും കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. എന്നാൽ നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഒന്നാമത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം പൊട്ട എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ എഞ്ചിനീയർ ഡോക്ടറാക്കാനും മാത്രമാണ് പ്രേരിപ്പിക്കുന്നത്. നമ്മൾ ഇന്നർ ചൈൽഡിലുള്ള വൂൺസാണ്. എനിക്ക് ഓർമ്മയുണ്ട്, കുട്ടിക്കാലത്ത് ഞാൻ പുസ്തകങ്ങൾ വായിക്കുക, വിജയിക്കാൻ 100 വഴികൾ, അങ്ങനെയുള്ള പുസ്തകമായിരുന്നു വായിച്ചത്. അച്ഛൻ എപ്പോഴും ഒരു പുച്ഛമായിരുന്നു, ഈ 100 വഴികൾ കൊണ്ട് നീ എന്താക്കാൻ പോവുക, പോയിട്ടിരുന്നിട്ട് മാത്സ് പഠിക്കുക, ഫിസിക്സ് പഠിക്കുക എന്നൊക്കെ രീതിയിൽ പറയായിരുന്നു, അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ഫസ്റ്റ് എലൈൻമെൻറ്റ് മാസ്റ്ററിൽ ഞാൻ പറഞ്ഞില്ല, ഇനീഷ്യൽ ടൈമിൽ ഒരു എലൈൻമെൻറ്റ് മാസ്റ്ററി ഒരു ട്രയലായിട്ട് നടത്തിയിരുന്നു. അതിലൊരു സാജിദ് എന്ന് പറഞ്ഞ ഒരാൾ, പുള്ളിക്കാരൻ കുറേ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്താണ് എലൈൻമെൻറ്റ് മാസ്റ്ററിൽ ജോയിൻ ചെയ്തത്. അന്നേരം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കുട്ടിക്കാലത്ത് ഇദ്ദേഹം കവിതകൾ എഴുതിയായിരുന്നു, നല്ല കവിതകൾ എഴുതിയായിരുന്നു. എപ്പോഴും നോക്കിയാലും അച്ഛനൊരു ഇൻസൾട്ടാണ്. അങ്ങനെ പുള്ളിക്കാരൻ അച്ഛൻ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 100-200 പേജിൻ്റെ പുസ്തകം നേരെ പല കവിതകൾ എഴുതി. എന്നിട്ട് അച്ഛനെ കാണിച്ചു കൊടുത്തു. അച്ഛൻ നേരെ കൊണ്ടുപോയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീയിലിട്ട് കത്തിക്കുകയാണ് ചെയ്തത്. അന്നേരം ആ ട്രോമ അദ്ദേഹത്തെ ഇല്ലാതാക്കി. പിന്നെ അദ്ദേഹം അതുമുതൽ പിന്നെ എല്ലാം മറന്നിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ബിസിനസ് അല്ല, ജോലി എന്ന് പറഞ്ഞിട്ട് ജോലി ചെയ്തു. ജോലിയിൽ ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങൾ കിട്ടുന്ന എപ്പോഴും പ്രശ്നങ്ങൾ, ഭാര്യയായിട്ട് പ്രശ്നം, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായി. ആ ഹീലിങ്ങിന് പങ്കെടുത്തതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി, അതായത് നമ്മളെ ഒരു ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ നമ്മളെ കഴിവുകൾ കണ്ടെത്താൻ പറ്റും എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന ജോലി പെട്ടെന്ന് തന്നെ ഇടാൻ പാടില്ല. അങ്ങനെ അദ്ദേഹം ചെയ്യുന്ന ജോലിയോടൊപ്പം തന്നെ കഥകൾ എഴുതാൻ തുടങ്ങി. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫേസ്ബുക്കിലെല്ലാം തന്നെ കഥകൾ എഴുതുന്നുണ്ട്, നല്ല അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ലൈഫിലും ഇതേപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ആ ഒരു ഹീലിംഗ് സംഭവിച്ചേരം എനിക്ക് മനസ്സിലായി, ഞാൻ എടുക്കേണ്ട മേഖല ഇതല്ല. ഞാൻ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട്, ആർക്കോ വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്ന ഒരു ആളായിട്ട് ഞാൻ മാറുകയാണ്. അന്നേരം നമുക്ക് ആ ഒരു ട്രൂ ഹാപ്പിനെസ്സിനെ കണ്ടെത്താൻ സാധിക്കില്ല. ജോലി ചെയ്യുന്നുണ്ട് ആർക്കു വേണ്ടി. അങ്ങനെ എൻ്റെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലായി, ഞാൻ എന്ന് പറയുന്നത് ഈ മേഖലയിലേക്ക് എത്തേണ്ടല്ല. അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം തറക്കുന്ന പോലെയാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, സൈക്കോളജി പഠിക്കുന്നുണ്ട്, ഡിപ്ലോമ കഴിഞ്ഞ് ഇപ്പം MA സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിൽ എനിക്ക് ജോലി ചെയ്യുന്ന സമയത്ത്, അതായത് എനിക്കിത് ജോലിയായിട്ടോ ഒരു വലിയൊരു ബേർഡനായിട്ടോ ഒന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്യാറില്ല. എപ്പോഴും ഞാൻ അതിനെ എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പലരും പറയാണ്ട് മറ്റു ട്രെയിനേഴ്സ് എല്ലാം തന്നെ പൈസ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന സമയത്ത് അനിവിന്ദ് സാറ് മാത്രമാണ് പൈസയേക്കാൾ ഉപരിയായിട്ടുള്ള സർവീസ് കൊടുക്കുന്നില്ല. കാരണം ഇതെന്നെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിനെസ് ആണ്. അതായത് ഇത് ഞാൻ ഈ ഒരു സൗജന്യ ക്ലാസ് ആവട്ടെ, പെയ്ഡ് ക്ലാസ് ആവട്ടെ, ഏത് ക്ലാസ് എടുക്കുന്ന സമയത്തും എനിക്കെപ്പോഴും ആ ഒരു ഹാപ്പിനെസ്, വെറുതെ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ട് കുറച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതിനെക്കൊണ്ട് ഉപരിയായിട്ട് അവരെ പ്രോബ്ലം എന്താണ്, ട്രൂ പ്രോബ്ലം എന്താണ്, ചിലപ്പോൾ ഒരു ചെറിയൊരു വാക്കായിരിക്കും നമുക്ക് പറയാൻ പറ്റുക, പക്ഷെ അതിന് അത്രയും ഇമ്പോർട്ടൻസ് നമ്മളെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർ നൽകുക. അന്നേരം അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് പണം കിട്ടുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ചിന്തിക്കുന്നത്
എൻ്റെ ലൈഫ് കൊണ്ട് ആൾക്കാരുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഇപ്പം എനിക്കൊരു 10 ലക്ഷം കിട്ടി അല്ലെങ്കിൽ 10 കോടി കിട്ടി, അതിനേക്കാളും എനിക്ക് ഹാപ്പിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെൽത്ത്, ഒരു വ്യക്തിയുടെ ഹെൽത്തോ കാര്യങ്ങളോ ഹീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലാസ് പങ്കെടുത്തിട്ട് രോഗങ്ങൾ മാറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സക്സസ് സ്റ്റോറി വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടാറുണ്ട്. അതാണ് എനിക്കൊരു ഡോപ്പമീൻ എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതെന്തുകൊണ്ട് അത് സാധിക്കുന്നു? അതാണ് ചോദ്യം. അതായത് ഇത് എന്തുകൊണ്ട് സാധിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹീൽഡ് ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് ചിരിച്ച് സംസാരിക്കാൻ പറ്റുന്നത്. വലിയ മോട്ടിവേഷൻ ഞാൻ കൊടുക്കാറില്ല. സത്യം പറഞ്ഞാൽ ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറേ അല്ല. കാരണം മോട്ടിവേഷനിൽ നിങ്ങൾ സിംഹമാവുന്നു, നിങ്ങൾ തളരുന്നു, നിങ്ങൾ പ്രതികാരം ചെയ്യണം, നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയുന്ന രീതിയിൽ ഞാൻ പറയും. അത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് തന്നെ അത് ഈ ലൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ ഡൗൺ ആവുകയും ചെയ്യും. കാരണം നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലാണ് നിങ്ങൾ ഇന്നർ ചൈൽഡിലേക്ക് പോകണം. അതാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത്. പിന്നെ മണി മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവായ ചിന്തകളും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്യുന്ന കാര്യമാണ് മണി മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പറയും. പിന്നെ റിലേഷൻഷിപ്പ് ഹീലിംഗ്. ഇപ്പോൾ എൻ്റെ പല റിലേഷൻഷിപ്പും എൻ്റെ ഫ്രണ്ട്ഷിപ്പും എല്ലാം തന്നെ ബ്രോക്കൺ റിലേഷൻഷിപ്പ് ആകാൻ കാരണം എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴും പ്രോബ്ലം ആയിരുന്നു ഉണ്ടായിരുന്നത്. എപ്പോഴും നോക്കിയാലും അടി പിടി, രാത്രി ഉറങ്ങുന്ന സമയത്ത് എപ്പോഴും ശബ്ദമാണ് ഉണ്ടാവുക, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് അങ്ങനെ ഫുൾ പ്രോബ്ലം ആയിരുന്നു. അതായത് എന്നെ സംബന്ധിച്ച റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഭയം ജനിപ്പിക്കുന്ന കാര്യമാണ്. കാരണം റിലേഷൻഷിപ്പ് എല്ലാം എപ്പോഴും പെയിനാണ്, ഞാൻ ഒറ്റക്കാണെന്നുള്ള ചിന്തയാണ് എനിക്ക് ഉണ്ടായത്. ഞാൻ എപ്പോഴാണോ ആ ഒരു ഹീലിങ്, അതായത് എന്നെ ഇന്നർ ചൈൽഡിലെ ആ വൂൺസും എല്ലാം തന്നെ ഹീൽ ചെയ്ത് അന്നേരം മുതൽ എനിക്ക് നല്ല സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളെല്ലാം തന്നെ എന്നിലേക്ക് വരാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അടുത്ത കാര്യമാണ് ഡെയിലി ടാസ്ക്. ഇപ്പോൾ അടുത്ത അലൈൻമെൻറ്റ് മാസ്റ്ററിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഡെയിലി ടാസ്കുകൾ നിർബന്ധമായും, അതായത് മുന്നെല്ലാം ചെയ്യണം എന്ന രീതിയിൽ പറയുക മാത്രമാണ് ചെയ്തത്. അടുത്ത ബാച്ച് മുതൽ നിർബന്ധമായിട്ട് ലൈവിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഡെയിലി ടാസ്ക് ചെയ്തിരിക്കണം. അങ്ങനെയാണ് വെക്കാൻ പോകുന്നത്. പിന്നെ ചക്രങ്ങളെക്കുറിച്ചുള്ള ഓരോ ചക്രാസിനെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ മുന്നത്തെ അലൈൻമെൻറ്റ് മാസ്റ്ററിൽ 7 ചക്രങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇനി നമ്മൾ അടുത്ത അലൈൻമെൻറ്റ് മാസ്റ്ററിൽ ചക്രാസിൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുക. കാരണം ഒരു അലൈൻമെൻറ്റ് മാസ്റ്ററിൽ ഇപ്പം പലരും പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പല മെമ്പർഷിപ്പ് എടുക്കാറുണ്ട് അല്ലേ. ഒരു മാസം എടുത്ത് അതേ ക്ലാസ് തന്നെ അടുത്ത മാസം എടുക്കുക. അങ്ങനെ ഒരു കാരണവശാലും അലൈൻമെൻറ്റ് മാസ്റ്ററി ഞാൻ എടുക്കില്ല. ഓരോ ദിവസവും വ്യത്യസ്തമായ ടോപ്പിക്ക്. ഇപ്പം അടുത്ത ഈ നാളെ തുടങ്ങാൻ പോകുന്നതിൽ ഡാർക്ക് സൈക്കോളജി, റിലേഷൻഷിപ്പിലെ ഡാർക്ക് സൈക്കോളജി, അങ്ങനെയുള്ള ടോപ്പിക്സ് എല്ലാം തന്നെ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അടുത്ത കാര്യമാണ് ഡിഫറെൻറ്റ് ലോ ഓഫ് അട്രാക്ഷൻ. ഇപ്പം മുദ്രാസ്, മന്ത്രാസ്, അതോടൊപ്പം തന്നെ ചില സ്വിച്ച് വേർഡ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ടോപ്പിക്സ്, അഫർമേഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ടോപ്പിക്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. അതായത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ടോപ്പിക്സാണ് ലോ ഓഫ് അട്രാക്ഷനിലെ കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ, കാർമിക് ഡിലീഷൻ, അതോടൊപ്പം തന്നെ ആൻസസേഴ്സ് ബ്ലെസ്സിങ് മെഡിറ്റേഷൻ, വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ, അങ്ങനെയുള്ള പല ടൈപ്പ്, ഓരോ ദിവസവും മിറർ മെഡിറ്റേഷൻ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് മെഡിറ്റേഷനാണ് ലാസ്റ്റുള്ള 15 മിനിറ്റ് നമ്മൾ നൽകുക. പിന്നെ പേഴ്സണൽ ടാസ്ക് ഉണ്ടാവും. പേഴ്സണൽ ടാസ്ക് എന്ന് വെച്ചാൽ ലൈവിൽ വന്നിട്ട് പറയും ഇന്ന ടാസ്ക് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ പറയും. പിന്നെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും. ഇപ്പോൾ 1 മണിക്കൂർ ക്ലാസ് ഉണ്ടാകുക. 1 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷനാണ്. നിങ്ങൾക്കൊരു ടോപ്പിക്സ് ഞാൻ എടുക്കും, എന്നിട്ട് അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അന്നേരം 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ജസ്റ്റ് ജോലി കാര്യങ്ങളിൽ പോകാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. അടുത്ത കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷനിലെ കുറേ ടെക്നിക്സുകൾ നമ്മൾ പറയും. അത് ഓരോരോ മാനിഫെസ്റ്റേഷനിലെ ടെക്നിക്സ് എന്താണ് ഏതാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയാണ്ട്. പിന്നെ ബിസിനസ് ഐഡിയാസ്. ഇപ്പോൾ ഇതിൽ തന്നെ ഈ ബാച്ചിൽ പങ്കെടുക്കുന്ന യാമിനി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് ബാച്ചിലുണ്ടായിരുന്ന ഷീല മേഡം, അങ്ങനെ പലരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ദിലീപ് എന്ന് പറഞ്ഞ സാറുണ്ട്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പ്രേ ബോട്ടിലിൽ കസ്റ്റമൈസ്ഡ് സ്പ്രേ ബോട്ടിൽ ഇപ്പോൾ അദ്ദേഹം ബിസിനസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പുതിയ ബിസിനസ് ഐഡിയാസ് ഷെയർ ചെയ്യും. പിന്നെ സൈക്കോളജി, അതായത് ഇങ്ങനെ ഓരോരോ സൈക്കോളജിക്കലായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ട്രോമ ഹീലിംഗ്, നിങ്ങളുടെ ഓരോ ട്രോമാസ് അതിന് ഹീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് എടുക്കുക. പിന്നെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. എപ്പോഴും ഞാൻ പല ക്ലാസ്സുകളിലും പങ്കെടുത്തിട്ടുണ്ട്. അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ ക്ലാസ്സാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം തന്നെ കട്ട് ചെയ്യും. എന്നാൽ എൻ്റെ ക്ലാസ് എന്ന് വെച്ച് 1 മണിക്കൂറല്ല, ചിലപ്പോൾ 2 മണിക്കൂർ വരെ നൈറ്റുള്ള ക്ലാസ് പോകാറുണ്ട്. കാരണം അവരെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവില്ല. അല്ലാതെ മനസ്സിൽ കുറേ സംശയങ്ങൾ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഈ കാര്യങ്ങളാണ് നമ്മളെ അലൈൻമെൻറ്റ് മാസ്റ്ററി ഉള്ളത്. അന്നേരം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇതൊരു 30 ദിവസത്തെ ക്ലാസ്സാണ്. സൺഡേ ലീവാണ്. സൺഡേസിൽ ലീവാണ്. നമ്മൾ ഇപ്പോൾ ലൈവിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് അയച്ചു തരും. അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാണ്. അല്ലെങ്കിൽ ഡെയിലി ഞാനത് ഷെയർ ചെയ്യുന്ന സമയത്ത് ലൈവിൽ ആരും പങ്കെടുക്കാൻ നിൽക്കില്ല. ഇതാണ് അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു.
ഓക്കെ, അന്നേരം നിങ്ങൾക്ക് ഇതേപോലെ നല്ലൊരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. പലരുടെ ലൈഫിലും അത്രയധികം ചേഞ്ചസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഉള്ളിൽ ആ ഒരു ഡിവിനിറ്റി, ഇപ്പം ഞാൻ തന്നെ ഓരോ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യുന്ന സമയത്ത് അതെല്ലാം തന്നെ എൻ്റെ കഴിവല്ല, എൻ്റെ ക്ലാസ്സുകളിലൂടെ അവർ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയും അവരുള്ളിൽ ഡിവൈനെസ്സിനെ മനസ്സിലാക്കുന്നതിലൂടെയാണ് അവരെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാകുന്നത്. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നമുക്ക് ക്ലിയർ ആയില്ല എല്ലാവർക്കും? ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, ക്ലിയർ ആയി. ഓക്കെ, താങ്ക് യു സോ മച്ച്. അതായത് ഇനി അടുത്ത കാര്യം, നമ്മളെ ടോപ്പിക് എന്താണ്? മണി വൈബ്രേഷൻ എന്ന് പറയുന്നത് അല്ലേ? മണി വൈബ്രേഷൻ അതായത് പണം എപ്പോഴും, അതായത് ഈ പ്രപഞ്ചം ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വൈബ്രേഷനാണ്. അതായത് ആദിയിൽ വചനമുണ്ടായി, ആ വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു, ദൈവമായിരുന്നു ആ വചനം എന്നുള്ള വേർഡ് കേട്ടിട്ടില്ലേ? അതോടൊപ്പം തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ഓംകാര സൗണ്ടാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ? സത്യത്തിൽ ഈ സൗണ്ട് എന്ന് പറയുന്നത് വൈബ്രേഷനാണ്. അത് കാരണമാണ് എല്ലാ മതങ്ങളിലും മന്ത്രങ്ങൾക്കും അതോടൊപ്പം തന്നെ നമ്മളെ ലോ ഓഫ് അട്രാക്ഷൻ്റെ അഫർമേഷനും ഇത്രയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. നമ്മളെ വാക്കുകൾ സത്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കോൺഷ്യസ് ആവുക, അതായത് ബോധപൂർവം നിങ്ങളെ വാക്കുകൾ നിരീക്ഷിക്കുക. നമ്മൾ ചില ആൾക്കാർ ചെയ്യുന്നതായിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം സംഭവിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരാൾ നിങ്ങളെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടാവും, കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അത് 4 പേരോട് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് സംഭവിക്കുന്നത്? അത് നിങ്ങൾ തന്നെയാണ് കേൾക്കുന്നത്, നിങ്ങളുടെ മനസ്സിലേക്ക് അത് റിപ്പീറ്റ് ചെയ്തിട്ട് വരികയാണ് ചെയ്യുന്നത് അല്ലേ? ശരിയല്ലേ? അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ ഇതിൽ ഓക്കെ. അന്നേരം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ വാക്കുകൾ, നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ പോലും അത് പ്രതികരിക്കണം വേണ്ടയോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. കാരണം പണത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വാക്കുകളാണ്. ഇപ്പോൾ ഒരു ബിസിനസ് ഡീൽ നിങ്ങൾ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളൊരു ബിസിനസ് ഡീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ പെയിനും കാര്യങ്ങളും, അതായത് ചില ആൾക്കാർ ബിസിനസ് ചെയ്യുന്ന സമയത്ത് സങ്കടങ്ങൾ പറയും, എന്നിട്ട് ബിസിനസ് പിടിക്കാൻ വേണ്ടി ശ്രമിക്കും. ഓരോ രീതിയിൽ ബിസിനസ്സുകൾ, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നതായിരിക്കാം, സർവീസ് കൊടുക്കുന്നതായിരിക്കാം, ചിലപ്പോൾ MLM ബിസിനസ്, ഓൺ പ്രൊഡക്റ്റുകൾ എല്ലാം ആയിരിക്കാം. അന്നേരം അത് സെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ സങ്കടം പറഞ്ഞിട്ടാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ അത് സഹതാപത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ബിസിനസ്സാണ്. നേരെ മറിച്ച് നിങ്ങളുടെ ഹാപ്പിനെസ്സിലൂടെ നിങ്ങളൊരു പ്രൊഡക്റ്റോ സർവീസോ കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലുള്ള ഹാപ്പിനെസ്, ഏറ്റവും ഹാപ്പി മൊമെൻറ്റ്സിലേക്ക്, ഞാൻ തന്നെ നിങ്ങളോട് സംസാരിച്ച സമയത്ത് എൻ്റെ മനസ്സിൽ ആ ഒരു ഹാപ്പി മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് എനിക്കതിനെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എൻ്റെ വാക്കുകളിൽ എൻ്റെ ഹാപ്പിനെസ്. അന്നേരം ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു വൈബ്രേഷൻ ചുറ്റുമുള്ളവരിലേക്ക് എത്തും. മനസ്സിലായി? ഇപ്പോൾ ഇതിലെ പ്രമീള ധർമ്മരാജ്, അദ്ദേഹം നമ്മളെ അലൈൻമെൻറ്റ് മാസ്റ്ററിയിലാണ്, നല്ല രീതിയിൽ ബിസിനസ് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. ഡ്രസ്സിൻ്റെ ബിസിനസ് അല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഓക്കെ. അന്നേരം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അന്നേരം അതാണ് കുറേ പ്രോബ്ലം ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റിയിട്ട് എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. സന്തോഷം. അന്നേരം ആ ഒരു ഹാപ്പിനെസ്, നമ്മളിൽ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് നൽകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. പലരും ചെയ്യുന്ന തെറ്റെന്താണെന്ന് അറിയാമോ? മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും എല്ലാവരും. ഇപ്പോൾ ഫസ്റ്റ് ബാച്ചിലെ ജോയ്സ് സാറ് ഇപ്പോഴും അദ്ദേഹം പങ്കെടുക്കും. ജോയ്സ് സാറിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എപ്പോഴും നോ പറയാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരുന്നു. നോ പറയാൻ വേണ്ടിയിട്ട് ശീലിക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ യെസ് പറയുന്നതിനേക്കാളും കൂടുതൽ എളുപ്പം നോ പറയുന്ന രീതിയിലേക്ക് നിങ്ങൾ പറയാൻ പറ്റില്ല. രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ഹൈ വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യണം. കാരണം നിങ്ങളവിടെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയാണ് വാല്യൂ ചെയ്യുന്നത്. പണം വരണമെങ്കിൽ നമുക്കൊരു റെസ്പെക്റ്റ് വേണം. ഒരടിമയെ പോലെ നമ്മൾ പെരുമാറുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവർ നമ്മുടെ സങ്കടങ്ങളും വേദനകളും ഒരു കാരണവശാലും ഷെയർ ചെയ്യാൻ പാടില്ല. ഞാൻ പറയാറില്ലേ, ഞാനിപ്പോൾ ചില ആൾക്കാർ പറയും 24 hours ഹാപ്പി ആയിരിക്കുക, ഫുൾ ഹാപ്പി ആയിരിക്കുക. അങ്ങനെയല്ല. എൻ്റെ ഉള്ളിൽ ഇമോഷൻസ് ഇങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് എല്ലാ ഇമോഷൻസും വരാറുണ്ട്. കാരണം ഞാനൊരു മനുഷ്യനാണ്, ഒരു റോബോട്ടോ ഒരു ഭയങ്കര ഒരു ഡിവൈൻ ഹ്യൂമണോ ഒന്നുമല്ല.
ഞാൻ അതുകൊണ്ടാണ് ഞാനൊരു യോഗിയല്ല, മിസ്റ്റിക്കല്ല, ഒരു താന്ത്രികനോ മാതിരി ഒന്നുമല്ല. ഞാൻ സൈക്കോളജിയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. കാരണം സൈക്കോളജിയെക്കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് എന്തും മീൻസ് മറ്റുള്ളവരെ നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് നമ്മളെ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. അതാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ടോപ്പിക് എടുത്തത്. ആ ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ചു കൊടുക്കാണ്. കുറച്ച് ബുക്കുകൾ റെഫർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ആൾക്കാരെ സംസാരിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും. അന്നേരം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതേപോലെ നമ്മൾ നെഗറ്റിവിറ്റി, നമ്മളെ പെയിന് നമ്മൾ ഷെയർ ചെയ്യുന്നതനുസരിച്ച് നമ്മളെ മനസ്സിലേക്കും നമ്മളെ ശരീരത്തിലേക്കും നമ്മളെ ഉപബോധ മനസ്സിലേക്കുമാണ് ആ ഒരു വൈബ്രേഷൻ നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് ആ പെയിനെ ഹീൽ ചെയ്തിട്ട്, അതായത് ആ പെയിൻ നമ്മളെ ഉള്ളിൽ ആ വേദന വെച്ചുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവും. അതായത് ഫേക്കായുള്ള സന്തോഷം, ഫേക്കായിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കത് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവും. എന്നാൽ സന്തോഷം നമ്മൾ ഉള്ളിൽ നിന്നാണ് വരുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം ആ ഒരു വൈബ്രേഷൻ, അതാണ് പറഞ്ഞത് ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്ന കാര്യം. ആ ഒരു വൈബ്രേഷൻ നിങ്ങളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫിൽ എപ്പോഴും ആൾക്കാർ നിങ്ങളെ അടുക്കുകയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം, ഒരു കാരണവശാലും നിങ്ങളുടെ പെയിന് മറ്റുള്ളവർ ഷെയർ ചെയ്യാൻ പാടില്ല. ഇൻ കേസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിന് മറുപടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ചെയ്യുന്ന സമയത്ത് അവരുടെ പെയിൻ പറയുകയാണെങ്കിൽ അവരതിനുള്ള സൊല്യൂഷൻസ് നൽകുന്നതാണ് അല്ലേ. സൊല്യൂഷൻ നൽകുകയാണെങ്കിൽ അത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ചേഞ്ചസ് വരിക. അങ്ങനെ വേണം. അതായത് പണത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. പണത്തിൻ്റെ കാര്യത്തിൽ ആ ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും നിങ്ങൾ നെഗറ്റീവായ കാര്യങ്ങൾ, എനിക്കറിയാം നിങ്ങൾ പലരും പല പ്രോബ്ലമാണ് അനുഭവിക്കുന്നത്. പൈസ ഉണ്ടാവില്ല, റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലം ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും, ശരിയാണ്. പക്ഷേ ഈ പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഈ പെയിനെ, അതായത് ഞാൻ പറഞ്ഞ പോലെ പെയിനെ അവിടെ ഒതുക്കി വെക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പം ചില ആൾക്കാർ പറയാണ്ട്, സാറേ ഞാൻ ആ പെയിനെ മറന്നു കളഞ്ഞു. ഇപ്പം മറന്നു കളഞ്ഞു എന്ന് പറയാണ്ട് പിന്നെ ഒരിക്കലും മറന്നു കളയാൻ പറ്റില്ല. പെയിൻ എപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അത് ഹീൽ ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. ഒരു കൺസൾട്ടേഷൻ സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ല, അദ്ദേഹം എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, സാറേ കുട്ടിക്കാലത്ത് കുറേ പെയിൻ ഉണ്ടായിരുന്നു, ഞാനത് വിട്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളത് വിട്ടില്ല, നിങ്ങൾ ഉള്ളിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഞാൻ അലൈൻമെൻറ്റ് മാസ്റ്റേഴ്സ് ജോയിൻ ചെയ്തു. അത് ചെയ്ത സമയത്ത് അവർ പൊട്ടി കരയാണ് ചെയ്തത്. അന്നേരം അവർക്ക് മനസ്സിലായി ആ പെയിൻ ഉണ്ട് എന്നുള്ളത്. സ്വതവേ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യുന്ന സമയത്ത് സന്തോഷത്തോടെയാണ് പലരും സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യുക. പുള്ളിക്കാരി കരഞ്ഞുകൊണ്ടാണ് സക്സസ് സ്റ്റോറി ഷെയർ ചെയ്തത്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, എന്താ നിങ്ങൾ കരയുന്നത്? സാറേ ഞാനിപ്പോൾ 30 വയസ്സായി, എനിക്ക് ഇങ്ങനെ ഇതുവരെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചില്ല. നമ്മൾ ഇങ്ങനെ ഇന്ന ചൈൽഡിൽ കുട്ടിക്കാലത്ത് ഇമോഷൻസ് ഭയങ്കരമായിട്ട് വൂണ്ടാണ്. നിങ്ങൾക്ക് ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു. അതായത് എനിക്ക് ചിരിക്കാൻ പറ്റിയിരുന്നില്ല പണ്ടൊന്നും. ഈ രീതിയിൽ ചിരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ, അതായത് ചിരിക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ ചിരിക്കുന്നു. അതായത് സൊസൈറ്റിയിൽ ചിരിക്കണം, അതുകൊണ്ടാണ്. ഇപ്പോൾ എനിക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ട്, തമാശകൾ പറയാൻ പറ്റുന്നുണ്ട്, പൊട്ടിച്ചിരിക്കാനും പറ്റുന്നുണ്ട്. ഓക്കെ, നേരം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഹാപ്പിനെസ് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിനെ ഫീൽ ചെയ്യാൻ സാധിക്കുള്ളൂ. അന്നേരം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായോ? അതായത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു ഹീലിംഗ് കറക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ സ്കില്ലുകൾ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അല്ലാതെ ഇപ്പോൾ അലൈൻമെൻറ്റ് മാസ്റ്റർ ഞാൻ എപ്പോഴും പറയുന്നത് കുട്ടിക്കാലത്തെ സ്കില്ല് എന്താണെന്ന് കണ്ടെത്തുക, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. അത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ എപ്പോഴും അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ് പവിത്ര എന്ന് പറയുന്നത്. പവിത്ര അദ്ദേഹം സ്വന്തമായിട്ട് പണ്ടല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് കുറേ ട്രോമാസ് അദ്ദേഹം അനുഭവിച്ചിരുന്നു. സ്മെല്ല് ചെയ്യാനുള്ള അദ്ദേഹത്തിന് ഒരു സ്പെഷ്യലായിട്ടുള്ള കഴിവുണ്ടായിരുന്നു. പട്ടിയുടെ സ്വഭാവമാണ് അല്ലെങ്കിൽ പട്ടിയുടെ പുനർജന്മമാണെന്നൊക്കെ രീതിയിൽ ഇൻസൾട്ട് ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹം ഹീൽ ചെയ്ത് വന്നതിന് ശേഷം അദ്ദേഹത്തിന് അതിനെ മറികടന്നിട്ട് ഇപ്പോൾ അരോമ സോപ്പുകൾ, അരോമ ക്യാൻഡിൽസ്, കാര്യങ്ങൾ ഇതെല്ലാം ഇല്ലാതാകുന്നുണ്ട്. അതേപോലെ തന്നെയാണ് എന്നെയും കുട്ടി ഫ്രണ്ട്സ് പറയും മോട്ടിവേഷൻ കൊടുക്കുന്ന മോട്ടിവേഷൻ സ്പീക്കർ വന്നു. ഇപ്പം എനിക്കെന്താണ്, എനിക്ക് എൻ്റെ ഒരു സംസാരിക്കണമെങ്കിൽ ചാർജസ് ആഡ് ചെയ്യാണ്ട് സംസാരിക്കണമെങ്കിൽ അതെന്താണ്, നമ്മളുടെ കാര്യങ്ങൾ പണം വേണമെങ്കിൽ നിങ്ങളുടെ ട്രൂ ഹാപ്പിനെസ് എന്താണ്, സത്യമായിട്ടുള്ള കഴിവുകൾ എന്താണെന്ന് നിങ്ങൾ സ്വയം നിരീക്ഷിക്കാനും സ്വയം കണ്ടെത്താൻ സാധിക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്തിരിക്കുക. ഇപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ ഒരു 10-15 മിനിറ്റ് വെറും മെഡിറ്റേഷൻ സൈലൻസിലേക്ക് പോകാൻ കാരണം എന്താണ്, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
നമ്മളെ ഫ്രണ്ട്സിനെ മെസ്സേജ് അയക്കാണ്ട് കാര്യങ്ങൾ എല്ലാം ചെയ്യാണ്ട് വെറുതെ ഇരിക്കാറുണ്ടോ? ഇതിൽ എത്ര പേരുണ്ട് വെറുതെ ഇരിക്കുന്നത്? വെറുതെ ഇരിക്കാണ്ട്, അതായത് മൊബൈലൊന്നും നോക്കാതെ ഒന്നും ചെയ്യാതെ വെറുതെ സൈലൻസിൽ അതിനെ എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ട് വെറുതെ ഇരിക്കുന്നത്? ഉണ്ട്. ഉണ്ട്. പണ്ടതില്ലായിരുന്നു. ആ, നമ്മുടെ ഈ ചാന്ദിനി വന്നോ? ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പം അത് ആസ്വദിക്കാൻ തുടങ്ങി. ആ, അതെ അതെ. ഇദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാന്തി, ഇദ്ദേഹം നമ്മളെ അലൈൻമെന്റ് മാസ്റ്ററിയിൽ രണ്ട് ബാച്ചിലുണ്ടായിരുന്നു. ഇപ്പം റീജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ക്യാൻസർ ഫൈറ്റർ, എന്താ പറയുക, ക്യാൻസറിനെ വരെ അദ്ദേഹം മൈൻഡ് സെറ്റിലൂടെ തോപ്പിച്ച വ്യക്തിയാണ്. ഇൻ്റർവ്യൂ വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാം. നല്ല വ്യക്തിയാണ്, നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സന്തോഷം. നിങ്ങളെ എക്സ്പീരിയൻസ് പറഞ്ഞോളൂ. എനിക്ക് ആക്ച്വലി സാറിന് അറിയാലോ, നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ ഒക്കെ ഫ്രീ ക്ലാസ്സിലാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ചക്ര മാനിഫെസ്റ്റേഷന്റെ ക്ലാസ് ജോയിൻ ചെയ്തു. പിന്നെ ജോബിന്റെ തുടങ്ങി. ആം, ഓരോന്നിലും എനിക്ക് ഓരോ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ ജോബിന്റെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ ലൈഫിൽ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ സാറിന് അറിയാം, മറ്റേ ഇത് ഞാൻ ഈ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരാളായിരുന്നു, ഇന്നർ ചൈൽഡ് ഹീലിംഗിന് വേണ്ടിയിട്ട്. സാറിനോട് എന്നും ചോദിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ഞാൻ ആ രണ്ടാമത്തെ ബാച്ചിൽ കയറിയത്. അത് കഴിഞ്ഞ് എനിക്ക് നോ പറയാൻ പഠിച്ചു. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നോ പറയാൻ പഠിച്ചു. പിന്നെ ഒരുപാട് പേരോട് പിന്നീട് ഞാൻ സംസാരിക്കുമ്പോൾ ഇതിനെപ്പറ്റി പറയാറുണ്ട്. അവർക്ക് സാറിന്റെ ക്ലാസ് എനിക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവർക്ക് കുറെ മാറ്റങ്ങൾ വന്നിട്ട് ഞാൻ അവരോട് സാറിന്റെ ക്ലാസ്സിൽ ഡയറക്റ്റ് കയറാൻ പറയാറുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. പിന്നെ നമുക്ക് എന്താ പറയാ, ഞാൻ അന്ന് സാറിനോട് തന്നെ ക്ലാസിന്റെ കാര്യം പറഞ്ഞല്ലോ, ബാക്കിയുള്ളവരുടെ ക്ലാസ്സിനേക്കാളും സാറ് എങ്ങനെ നമ്മൾ ഇത് ചെയ്യണം എന്നുള്ളത് ഡീപ്പായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പം ആദ്യമായിട്ടൊരു വരുന്ന ഒരാൾക്കാണെങ്കിൽ ഇത് എന്താണ്, എങ്ങനെയാണ്, നമുക്കിതൊക്കെ മാറ്റാൻ പറ്റുമോ, ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷെ സാർ അത് ഡീപ്പായിട്ട് എങ്ങനെ നമ്മൾ അത് ഉൾക്കൊണ്ട് ചെയ്യണം എന്നുള്ളത് ഡീപ്പായിട്ട് പറഞ്ഞു തരുമ്പോൾ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നമ്മുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഒത്തിരി പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് പലതും വരുന്നുണ്ട്. പക്ഷെ എനിക്ക് വന്നേക്കുന്ന ഒരു വലിയൊരു കാര്യം എന്താണെന്നറിയോ, കുറെ ആളുകൾ എൻ്റെ മുമ്പിൽ നിന്നവര് എന്തൊക്കെ ആണ് അവര് എന്താ പറയാ, നമ്മുടെ മുമ്പില് ഒരു മുഖം, അവർക്ക് വേറൊരു മുഖം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ മുമ്പിൽ താനേ വരിക. നമ്മളായിട്ടൊന്നും ചെല്ലേണ്ട കാര്യങ്ങളില്ല. എനിക്ക് തോന്നുന്നു അത് ഹീൽ ചെയ്ത് വരുന്നതിന്റെ ആയിരിക്കാം. ഞാനിപ്പം അലൈൻമെന്റ് മാസ്റ്റർ ക്ലാസ് ഞാൻ 2 അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിലും സാറിന്റെ ഫ്രീ ക്ലാസ്സും അതുപോലെ തന്നെ നമ്മുടെ ഹോപ്പണോപ്പണോ ചെയ്യാറുണ്ട്. അപ്പം അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാകാറുണ്ട്. പിന്നെ നേരത്തെ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുമായിരുന്നു, അതിൽ പെട്ടെന്ന് കരയുമായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ദൈവം സഹിച്ചു വരുന്നില്ല. ഒത്തിരി മാറ്റമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ക്ലാസ് എനിക്ക് 2 പ്രാവശ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് എനിക്ക് ഭയങ്കര ഒരു നഷ്ടമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ വീണ്ടും ഞാനത് കയറിയത് റീജോയിൻ ഇനിയും ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തെ കുറിച്ച് റീജോയിൻ പറയുകയാണെങ്കിൽ ചെയ്തു. ഇദ്ദേഹം മീൻസ് നല്ല കുറേ കഴിവുള്ള വ്യക്തിയാണ്. നമ്മൾ മറ്റുള്ളവരെ നമ്മളെക്കാട്ടും കൂടുതൽ സ്നേഹിക്കുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കൈവിട്ടു പോകും. അതാണ് ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിച്ചത്. അതിനെ ഹീലിംഗ്, ഞാൻ പറഞ്ഞ പോലെ ഹീൽ ചെയ്ത് വരുന്നതനുസരിച്ച് സത്യത്തിൽ നമ്മുടെ ഡിവൈൻനെസ് നമ്മളിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ തന്നെ ഇദ്ദേഹത്തിൻ്റെ അതേ അവസ്ഥയിലായിരുന്നു. ഫ്രണ്ട്സിന് വേണ്ടി ജീവിക്കുക, ഫ്രണ്ട്സാണ്, പ്രണയമൊന്നും എന്നല്ല, ഫ്രണ്ട്ഷിപ്പാണ് എല്ലാം എന്ന രീതിയിൽ ചിന്തിച്ചിട്ട് ഞാൻ കുറേ കാലം ജീവിച്ചിരുന്നു. കോളേജ് ലൈഫും സ്കൂൾ ലൈഫും. എനിക്ക് എൻ്റെ സ്കൂൾ ലൈഫിലെ ഫോട്ടോസോ എൻ്റെ ഒന്നും എനിക്ക് കാണാൻ ഇഷ്ടമില്ല. കാരണം എന്താണ്, ഹാപ്പിനെസ് ഇല്ല. കാരണം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. ഒരു നല്ല ഫോട്ടോസ് ഒന്നും ഓർമ്മകൾ ഞാൻ നോക്കാൻ വേണ്ടി എനിക്ക് ഇഷ്ടമല്ല. കാരണം ഹാപ്പിനെസ് കിട്ടിയിട്ടില്ല എനിക്ക്. കാരണം ഞാൻ എന്നെ അംഗീകരിച്ചിരുന്നില്ല, ഞാൻ എന്നെ സ്നേഹിച്ചിരുന്നില്ല, എൻ്റെ വീക്ക്നെസ്സിനെ ഞാനൊരിക്കലും അക്നോളജ് ചെയ്തില്ല. ഞാൻ മറ്റുള്ളവരെ ഹാപ്പി ആയി നിർത്താൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ കൈവിട്ടിട്ട് ഞാൻ ജീവിക്കുകയാണ് ചെയ്തത്. അന്നേരം അവിടെ നമ്മൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളെപ്പോഴാണോ നമ്മളെ കണ്ടെത്തിയിട്ട് നമ്മൾ ഇതാണെന്ന് അംഗീകരിക്കുന്നത്, അപ്പോൾ മുതൽ നമ്മൾ ലൈഫിലേക്ക് ചേഞ്ചസ് വരും. ചുറ്റുമുള്ള ഇപ്പം ചാന്ദിനി പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ഫ്രണ്ട് അവന് എൻ്റെ ഏകദേശം ഒരു 11 വർഷത്തോളം ഒരുമിച്ച് പഠിച്ചാണ്. ഞാൻ ചോദിച്ചത് എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ അവൻ കൂടെ ഉണ്ടാകുന്നത്. ഹീൽ ചെയ്തതിന് ശേഷം ഫസ്റ്റ് തന്നെ പോയത് അവനാണ്. അന്ന്
അതായത് എനിക്ക് അവൻ്റെ റിയൽ ഫേസ് കാണാൻ തുടങ്ങി. അതുവരെ നമ്മൾ എന്താണ്, നമ്മൾ അവരെ ഓക്കെ അവന് സമയം ഉണ്ടാവില്ല അല്ലേ എന്നും കരുതി നമ്മളെ ടൈം എല്ലാം കൂടുതൽ ചിലവാക്കുന്നുണ്ട്. അവനെ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെറിയ സഹായം ചെയ്യുന്ന സമയത്ത് നോ പറയുന്ന സമയത്ത് സാരമില്ല, അവൻ എന്തെങ്കിലും തിരക്കുണ്ടാവും, അവൻ്റെ കയ്യിൽ പണം ഉണ്ടാവില്ല എന്നൊക്കെ രീതി ചിന്തിക്കും. ഈ ഒരു ഹീലിംഗ് ചെയ്ത് വരുന്ന ശേഷം നമുക്ക് അവയർനെസ് ഉണ്ടാവും. എന്തുകൊണ്ട് വൈ എന്തുകൊണ്ട് ഞാൻ ഇത്ര കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് അവൻ തിരിച്ചു ചെയ്തില്ല, അതല്ലല്ലോ ശരി. നമ്മളുടെ ചോദ്യം വരും, നമ്മളുടെ ഉള്ളിൽ ആ ഒരു വിറ്റ്നസ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമ്മളെ ഉള്ളിൽ ഡിവൈനസ് പ്രവർത്തിക്കും. ഇതല്ല ശരി. കാരണം നമ്മൾ അതുവരെ ഫേക്കായിട്ട് മുഖംമൂടി അണിഞ്ഞ് നിൽക്കുകയാണ്. അതുകൊണ്ട് മുഖംമൂടി അണിഞ്ഞ വ്യക്തികളാണ് നമ്മൾ ലൈഫിലേക്ക് വരിക. എന്നാൽ നമ്മൾ ട്രൂ ആയി നിൽക്കുകയാണെങ്കിൽ, നമുക്ക് ട്രൂ ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ലൈഫിലേക്ക് കടന്നു വരിക. ചാന്ദിന് എന്തായാലും MA സൈക്കോളജി എങ്കിലും പഠിക്കും. നല്ല രീതിയിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ്, കൺസൾട്ടേഷൻ കൗൺസിലിംഗ് എല്ലാം നല്ല രീതിയിൽ പോകാൻ പറ്റും. നിങ്ങൾ എന്താണ് പഠിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷെ അതൊന്നും അഡീഷണലി പഠിച്ചെടുക്കുന്നതാണ്. ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തത് നമ്മുടെ ഈ സെഷന്റെ ഇടയ്ക്കാണ് എനിക്ക് ആ റിസൾട്ട് വന്നത്. അതുപോലെ ഞാൻ സാറ് പറഞ്ഞ പോലെ എഴുതി വെച്ചിരുന്ന കാര്യങ്ങളിൽ ഇപ്പം കുറെ കാര്യങ്ങൾ അതിനകത്ത് ഇപ്പം നടന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തത് അലൈനറിന്റെ ഒരു സംഭവം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് സൈനസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന് നല്ല എമൗണ്ട് ആയിരുന്നു. അപ്പൊ ഞാൻ അത് എഴുതി വെച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ദൈവം സഹായിച്ച് ഇപ്പൊ 2 അലൈനർ സെറ്റ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു സർജറി കഴിഞ്ഞ ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. അതിനൊക്കെ നമുക്ക് സപ്പോർട്ടായിട്ട് ഡോക്ടേഴ്സും ഒക്കെ എന്താ പറയാ ആ എമൗണ്ട് ഒക്കെ നമുക്ക് സപ്പോർട്ടായിട്ട് ഇപ്പൊ മന്ത്ലി പേയ്മെന്റ് അത് എല്ലായിടത്തും നടക്കുന്ന കാര്യമല്ല. പക്ഷെ എന്തോ അതൊക്കെ നമുക്ക് അനുകൂലമായിട്ടൊക്കെ വന്ന് അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ എന്റെ MSWന്റെ സർട്ടിഫിക്കറ്റ്സ് വന്നിട്ടുണ്ട്. അതൊക്കെ കുറെ കാലമായിട്ട് പെൻഡിങ്ങിൽ കിടന്ന കാര്യങ്ങളായിരുന്നു. അത് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നില്ലായിരുന്നു. അപ്പൊ അതെല്ലാം ഇപ്പം നടന്നു വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സന്തോഷം. ഓക്കെ, അന്നേരം നമ്മൾ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ ഫ്രണ്ട്ഷിപ്പാണ്. അതായത് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും വൈബ്രേഷൻ നിലനിൽക്കുകയാണെങ്കിൽ, ഇത് നമ്മൾ പെയ്ഡ് ക്ലാസ് കൊടുക്കുന്ന കാര്യമാണ് ഫ്രണ്ട്ഷിപ്പ്. നിങ്ങൾ ഫ്രണ്ട്സിനെ നോക്കുക, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ സഹായിക്കുന്നു. അതായത് അവരോട് സംസാരിക്കേണ്ട ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് തന്നെ ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്ത് ഒരാൾ കണ്ട് സംസാരിച്ചു, അത് അറിയുന്നൊരു വ്യക്തിയാണ്. നേരെ മറിച്ച് ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിന് സമയത്ത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, എന്താണ് നിൻ്റെ പ്ലാന്, ലൈഫിൽ എന്താണ് പ്ലാൻ? ഇങ്ങനെയൊക്കെ പോയാൽ മതി, തട്ടിമുട്ടിങ്ങ് പോയാൽ മതി, എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കരുത്. അവരോട് ചോദിക്കുന്ന സമയത്ത് അവർക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് ലൈഫിലുണ്ടോ? ഇപ്പം എൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സിന് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളും കാര്യങ്ങളുണ്ട്. അവരെയാണ്, അതായത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കൂടെ, അതായത് അവരെപ്പോഴും നല്ല ഫ്രണ്ട്സാകുന്ന സമയത്ത്, ഇങ്ങനെ ഒരു സ്നേഹിക്കുന്ന ഫ്രണ്ട്സാണെങ്കിൽ അവരെപ്പോഴും നമ്മളെ കൂടെ എപ്പോഴും പാമ്പർ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ സങ്കടങ്ങൾ വരുന്ന സമയത്ത് അയ്യോ സാരമില്ല കരഞ്ഞിരിക്കും. പക്ഷെ ഡ്രീംസുള്ള ഫ്രണ്ട്സ് ഒരിക്കലും പാമ്പർ ചെയ്യില്ല. നീ അത് ചെയ്യാത്തല്ലേ, നീ ചെയ്ത് തെറ്റിയതല്ലേ എന്ന രീതിയിൽ ഇമോഷൻസ് ഫ്രീ ആയിട്ട് അവർ കാണിച്ചു തരും. അതാണ് ട്രൂ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാ തെറ്റുകളും ചെയ്യുന്ന സമയത്ത് സാരമില്ല ആശ്വസിപ്പിച്ച് നിൽക്കുന്ന ആൾക്കാരില്ലേ, അന്നേരം നോക്കിയാൽ മതി. ചില റിലീജിയസ് ആയിട്ട് പറയാം, ചില റിലീജിയനിലെ രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മക്കളെ ഭയങ്കര സ്നേഹിച്ചിട്ട് വഷളാക്കും. ചില റിലീജിയനിലെ ആൾക്കാരെന്ന് വെച്ചാൽ മോനെ എന്തെങ്കിലും അവനെ കുറച്ച് പ്രായം കഴിഞ്ഞാൽ അവനങ്ങ് ഇടും, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യും, അവനെപ്പോഴും സക്സസ് ആയി മാറും. കാരണം അവനെപ്പോഴും പെയിൻ അനുഭവിക്കും. അതേപോലെ തന്നെയാണ് നമ്മളെ യഥാർത്ഥ ഫ്രണ്ട്സ് ആണെങ്കിൽ തെറ്റുകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഡ്രീംസ് ഉണ്ട്. അതിനകത്തെന്ന് വെച്ചാൽ അവരെപ്പോഴും നമ്മളെ കൂടെ വേണമെന്നില്ല, പക്ഷെ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. മീൻസ് കാരണം അവർക്കും അവരുടെ ഡ്രീംസ് ഉണ്ടാവും. ആ ഡ്രീംസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാം തന്നെ ഉണ്ട്. ഇപ്പം എണ്ണാവുന്ന ഫ്രണ്ട്സേ ഉള്ളൂ, ഒരു കൈവിരൽ എണ്ണാവുന്ന ഫ്രണ്ട്സേ ഉള്ളൂ കണക്ട് ചെയ്യുന്നതെല്ലാം തന്നെ. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ കുറേ ഫ്രണ്ട്സ് അത് എന്നെല്ലാം പറഞ്ഞാൽ എപ്പോഴും മെസ്സേജ് അയക്കുക, ഗുഡ് മോർണിംഗ്. അതായത് ഗുഡ് മോർണിംഗ് ഇങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ അയക്കുക, അവരെ പേര് വെച്ചിട്ട് അയക്കുക, സുഖമാണോ, ഭക്ഷണം കഴിച്ചോ, എന്താണ് പ്ലാന്, ഞായറാഴ്ച ദിവസം ഉണ്ടെങ്കിൽ വിളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്തത്. ഇപ്പോൾ ഉള്ള ആ 5 ഫ്രണ്ട്സിനെ അല്ല 4-5 ഫ്രണ്ട്സിനെ ഡെയിലി വിളിക്കാറ് പോലില്ല. 2 ദിവസം കൂടുതൽ ഒരു മെസ്സേജ് അയക്കും, എന്താണ് ഇന്നത്തെ പ്രോഗ്രസ്. ഇങ്ങനെയാണ് ചോദിക്കുക, ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂണോ അങ്ങനത്തെ ഇല്ല, എന്താണ് പ്രോഗ്രസ്, എന്താണ് നീ അച്ചീവ് ചെയ്തത്, അങ്ങനെ ചോദിക്കുക. എത്ര പൈസ നീ ഉണ്ടാക്കി, അതൊരു ചാലഞ്ച് പോലെ നമ്മൾ ഏറ്റെടുക്കും. എത്ര പൈസ ഉണ്ടാക്കിയാൽ ഓക്കെ, അന്നേരം നമ്മൾക്കൊരു മത്സരം വരും. കൈൻഡ് ഓഫ് അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യാൻ നിങ്ങളെ പുഷ് ചെയ്ത് കൊണ്ടുവെക്കും അല്ലേ. നിങ്ങൾ പുഷ് ചെയ്യുന്ന ഫ്രണ്ട്സിനെയാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും പരാജയപ്പെടുന്ന സമയത്ത് വാടാ വെള്ളം അടിക്കുക, അല്ലെങ്കിൽ നീ കരയല്ലേ എൻ്റെ ജീവിതത്തിൽ, നിങ്ങൾ സങ്കടം പറയും, എടി നിനക്കറിയില്ലടി എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിരുന്നു, അങ്ങനെ കരയുന്ന ഫ്രണ്ട്സ് അല്ല നിങ്ങൾക്ക് വേണ്ടത്. അത് നിങ്ങൾ ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇമോഷണലി നിങ്ങൾ ഡൗൺ ചെയ്യുന്ന ഫ്രണ്ട്സാണത്. നേരെ മറിച്ച് അത് നമുക്ക് ചുറ്റും അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ നിങ്ങൾക്കത് കണ്ടെത്താൻ പറ്റാത്തത് നിങ്ങളെ വൈബ്രേഷൻ ലെവൽ അതായതുകൊണ്ടാണ്.
ഇപ്പം എൻ്റെ ഫ്രണ്ട് ഷാമിൽ, അവൻ വഴി അവൻ്റെ ഫ്രണ്ട്സിനെ എനിക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചു. ഇപ്പം അവൻ്റെ ഫ്രണ്ട്സാണ് എൻ്റെ ഫ്രണ്ട്സ്, അവനേക്കാൾ നല്ല ബന്ധം എനിക്ക് അവരായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നു. അതിൻ്റെ കാരണം എന്താണ്? വൈബ്രേഷൻ മാച്ച് ആയതുകൊണ്ടാണ് കേട്ടോ. അന്നേരം അവർക്ക് ഈ ടോപ്പിക്കെല്ലാം കേൾക്കുന്ന സമയത്ത് ഓരോരോ സക്സസ് സ്റ്റോറീസ് ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കുക, എന്താണ് ഇത് എന്ന്. അന്നേരം അവർ ചോദിക്കും ഇതെല്ലാം സത്യമാണോ എന്നെല്ലാം ചോദിക്കും. അന്നേരം അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ആ ഫ്രണ്ട് സർക്കിൾ, ഇപ്പോൾ നല്ല ഫ്രണ്ട് സർക്കിളിനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാറുണ്ട്. ആ ഫ്രണ്ട് സർക്കിളിൻ്റെ ക്വാളിറ്റി എന്താണ്, ഫ്രണ്ട്സിൻ്റെ ക്വാളിറ്റി, അത് ഞാൻ വീണ്ടും പറയുകയാണ്. ഒരു ന്യൂക്ലിയസിനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുക്കാം. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ന്യൂക്ലിയസ് മീൻസ് ആറ്റം ഏതാണ്? ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ളത് സാർ ഒന്നുകൂടി പറയൂ. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ളതും ആറ്റം ഏതാണ്? HYD എന്താണ് ഉദ്ദേശിച്ചത്? ഉത്തരം പറഞ്ഞു കഴിഞ്ഞു, മിനി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഹൈഡ്രജൻ എന്നുള്ളതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കാര്യം. കൺഗ്രാജുലേഷൻസ്. ഓക്കെ, അതായത് ഹൈഡ്രജൻ എന്തുകൊണ്ട് ഇത്തിരി സ്ട്രോങ് ആയിട്ടും ഇത്ര സ്റ്റേബിളായിട്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ഹൈഡ്രജൻ ഹീൽ ചെയ്യുന്ന സമയത്ത് 2 ഇലക്ട്രോൺ ആവും. അതായത് നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ സർക്കിൾ, ഫ്രണ്ട്സ് എത്രത്തോളമാണോ കൂടുന്നത് അത്രത്തോളം നിങ്ങൾ ഇൻസ്റ്റേബിൾ ആകുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, അതായത് കുറച്ച് ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. ലൈഫിൽ സക്സസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മൊത്തം അവരെപ്പോഴും വളരെ ചെറിയ ഫ്രണ്ട് സർക്കിളാണ്. അവർക്ക് കുറേ ബന്ധങ്ങളുണ്ടാവും, പക്ഷേ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്, ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ വെരിയിൽ എണ്ണാവുന്ന ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടാവും. എല്ലാവരെയും അറിയിക്കുക, എല്ലാവരെയും കണക്ട് ചെയ്യും, പക്ഷേ അവരൊരു ക്ലോസ് സർക്കിളിൽ അവർ ഒരാളെ ഉൾപ്പെടുത്തില്ല, കുറച്ച് ഫ്രണ്ട്സിനെ മാത്രമാണ് വെക്കുക. അന്നേരം അവരെപ്പോഴും ആ ഒരു വൈബ്, അതായത് അവർ ബിസിനസ് റിലേഷൻഷിപ്പ് കുറേ ബന്ധങ്ങളുണ്ടാവും, പക്ഷേ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഒരു ക്ലോസ് ഫ്രണ്ട്സിൽ എപ്പോഴും അവരെ വൈബ്, അവരെ മനസ്സിലാക്കുന്നു, അവരുടേതായിട്ടുള്ള ഡ്രീംസ് ഉള്ളതായിട്ടുള്ള ഫ്രണ്ട്സാണ്. അല്ലാതെ നമ്മളെ കീഴിൽ നിൽക്കുന്നതല്ല, നമ്മളെ ഈക്വലായി നിൽക്കുന്ന ഫ്രണ്ട്സിനെയാണ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. അതാണ് വൈബ്രേഷൻ. അടുത്ത പോയിന്റ് വെച്ചാൽ വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളെ ഫ്രണ്ട്സാണ്, ഫ്രണ്ട് സർക്കിളാണ്. പണ്ടെന്ന് വെച്ചാൽ എനിക്ക് നാട്ടിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അന്നേരം ആ ഫ്രണ്ട്സ് എപ്പോഴും എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പറയും, എടാ നീ വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കാതെ നീ ഭൂമിയിലേക്ക് ഇറങ്ങി വാടാ, ഇങ്ങനെ പറയാം, ഭൂമിയിലേക്ക് ഇറങ്ങി വാ, നീ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഇതൊന്നും ലൈഫ് എന്ന് വെച്ചാൽ വെള്ളം അടിക്കുക, പിന്നെ പ്രേമിക്കുക, അങ്ങനെയെല്ലാം ചെയ്യുന്നതാണ് ലൈഫ്, അല്ലാതെ ഇതൊന്നുമല്ല, നീ എന്തെന്ന് ഇതിനകത്ത് നേടുന്നത്, അങ്ങനത്തെ കാര്യങ്ങളിലാണ് പറഞ്ഞു തരിക. അന്നേരം നമ്മളവിടെ ഡൗൺ ആക്കുകയാണ് ചെയ്തത്, നമ്മുടെ ഡ്രീംസിനെ അവിടെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള ഫ്രണ്ട് സർക്കിളിനെ നിങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അതായത് ഇനി നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി മാനിഫെസ്റ്റേഷനിലെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് 11-11 പോർട്ടൽ. അതായത് 11-11 ടെക്നിക്കാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. ആ ടെക്നിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത് 11 പേപ്പറുകളാണ്. ചിലപ്പോൾ നിങ്ങളത് കേട്ടിരിക്കും, 11-11 മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. 11 A4 ഷീറ്റുകൾ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എന്തോ ആട്ടെ, അതിൽ നിങ്ങൾ 11 തവണ നിങ്ങൾ, അതായത് ഒരു ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ലൈഫിൽ നടക്കേണ്ട, വളരെ പെട്ടെന്ന് നടക്കേണ്ടതും നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ചെറിയൊരാഗ്രഹം എന്താണെന്ന് തിരഞ്ഞെടുക്കാം. ജസ്റ്റ് അതൊന്ന് കമൻറ്റ് ചെയ്യുക, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, കിട്ടിയിടണം, ഗവൺമെൻറ് ജോബ്, മോൻ്റെ വിവാഹം, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ജർമ്മൻ ജോബ്, ഷോപ്പ് വേണം, ഓക്കെ, വെയിറ്റിംഗ് ഫോർ അട്രാക്റ്റിംഗ് ലാർജ് എമൗണ്ട് ഓഫ് മണി, മോളുടെ ഹെൽത്ത് ആൻഡ് ജോബ്. ഓക്കെ, അതിൽ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ചെയ്ത് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പം സെല്ലിംഗ് പ്രോപ്പർട്ടി, നമ്മൾ അഫർമേഷൻസും 11-11 ടെക്നിക്ക് എല്ലാം ചെയ്ത സമയത്ത് നമ്മൾ സ്പെസിഫിക് ആകുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര എമൗണ്ട് ഓഫ് പണം നിങ്ങളെ കയ്യിൽ വേണം എന്നുള്ളത് നമ്മൾ നോക്കണം, അല്ലേ? ഇത്ര എമൗണ്ട് ഓഫ് പണം എൻ്റെ കയ്യിൽ വേണം, അത് ഓക്കെയാണ്. നേരെ മറിച്ച് ഇപ്പം ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന സമയത്ത് എത്രയാണ്? 5 lakh വേണം മന്ത്ലി ഇൻകം, അത് നല്ലതാണ്. അന്നേരം ഏത് രീതിയിൽ ഇൻകം വേണം?
ഇപ്പം ബിസിനസ്സിലൂടെയാണോ ജോലിയിലൂടെയാണോ, എപ്പോഴും നമ്മൾ അഫർമേഷൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ക്ലാരിറ്റി വേണം. ഇപ്പം വെറുതെ 2 ലക്ഷം എഴുതി വെക്കുക ഇന്ന വഴിയിലൂടെ, അന്നേരം എന്തായി വിഷ്വലൈസേഷൻ സാധിക്കുന്നുണ്ട് അല്ലേ. എല്ലാ ദിവസവും കാലം വൾഗായിട്ടുള്ള 2 ലക്ഷം എന്ന രീതിയിൽ അതൊരു ക്ലാരിറ്റി നമുക്ക് വേണം. ഈ രീതിയിലാണ് എനിക്ക് വേണ്ടത്. അങ്ങനെയുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു A4 ഷീറ്റിൽ 11 തവണ നിങ്ങൾ എന്ത് ചെയ്യുക. ഇപ്പം എനിക്ക് ഇന്ന ജോലി ലഭിച്ചതിന് അല്ലെങ്കിൽ ഇന്ന കമ്പനി എനിക്ക് ഇന്ന ജോലി ഇത്ര സാലറി ലഭിച്ചതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് എനിക്ക് 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഇന്ന ബിസിനസ്സിൽ നിന്ന് ഈ മാസത്തിനുള്ളിൽ ലഭിച്ചതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു. അതെന്ത് ചെയ്യുക, 11 തവണ നിങ്ങൾ എഴുതുക. 11 തവണ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. 11 തവണ എഴുതിയിട്ട് അടുത്ത ദിവസം സെയിം ടൈം തന്നെ 11 തവണ എഴുതുക. അടുത്ത ദിവസവും ഇതേപോലെ തന്നെ 11 തവണ എഴുതുക. അങ്ങനെ 11ാമത്തെ ദിവസം എന്ത് ചെയ്യുക, ഈ 11 പേപ്പറുകൾ കത്തിച്ച് കളയുക. അത് ഞാൻ മുന്നേ എപ്പോഴും പറയാണ്ട് ഇത് യൂണിവേഴ്സിലേക്ക് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ ഇപ്പം ഒരു 7 തവണ നിങ്ങളെ ആഗ്രഹങ്ങൾ ഒരു A4 ഷീറ്റിൽ ഒന്ന് എഴുതി വെക്കും. ഇപ്പം തന്നെ എഴുതി വെച്ചോളൂ. പറ്റുന്നവർ നിങ്ങളെ ആഗ്രഹങ്ങൾ എഴുതി വെക്കുക. ഒരു A4 ഷീറ്റ് എടുക്കുക, അല്ലെങ്കിൽ എടുത്തിട്ട് വേണ്ട ഒരു 3 തവണ എഴുതിക്കോളൂ. ഒരു 3 തവണ തൽക്കാലത്തേക്കൊന്ന് എഴുതി വെക്കൂ. ജസ്റ്റ് ഒന്ന് എഴുതി വെക്കൂ. അത് എഴുതി വെച്ച ശേഷം നമ്മൾ പവർഫുൾ ആയിട്ടുള്ള വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ചെയ്യാൻ പോവാണ്. അത് എഴുതി വെച്ച് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് നമ്മളെ മനസ്സിലേക്ക് അത് കയറുകയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു 3 തവണ, മിനിമം ഒരു 3 തവണയെങ്കിലും അത് എഴുതി വെക്കുക. എഴുതി വെക്കുന്ന സമയത്ത് സന്തോഷത്തോടെ എഴുതി വെക്കുക, സ്നേഹത്തോടെ ബഹുമാനത്തോടെ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. എഴുതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൺ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. സ്പീഡിൽ എഴുതരുത്. ഇത് എഴുതുന്ന സമയത്ത് സ്നേഹത്തോടെ അത് കണ്ടിട്ട് അത് പുഞ്ചിരിച്ചുകൊണ്ട് വേണം നിങ്ങൾ എഴുതി കഴിഞ്ഞാലാണ് റിസൾട്ട് ഉണ്ടാവുക. എന്താണ് എല്ലാവരും എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞില്ലേ? ജസ്റ്റ് ഇതുവെല്ലാം തന്നെ ഡൺ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. 11 തവണ എഴുതേണ്ടത് ഏത് സമയത്ത്? തൽക്കാലത്തേക്ക് ഇപ്പൊ 3 തവണ എഴുതിയാൽ മതി. നാളെ പിന്നെ 11 അത് ഏതാ, രാവിലെയാണോ രാത്രിയാണോ? രാത്രിയാണ് ഏറ്റവും നല്ല സമയം, കിടക്കണതിന്റെ മുമ്പ് അല്ലേ? കിടക്കുന്നതിന് മുന്നേ. അത് ഏത് സമയത്ത് ഞാൻ എപ്പോഴും പറഞ്ഞ സന്തോഷത്തോടെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ സാർ. തരാം. ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾ കണ്ണുകളച്ചിരിക്കുക. വെക്കേണ്ട മുദ്ര കുബേരമുദ്ര, മാനിഫെസ്റ്റേഷൻ മുദ്രയാണ് കുബേരമുദ്ര എന്ന് പറയുന്നത്. എല്ലാവരും ഈ കുബേരമുദ്ര പിടിക്കുക. ഡൗട്ട് ചോദിച്ചോട്ടെ? ഡൗട്ട് ചോദിച്ചോളൂ. അന്നേരം എല്ലാവരും ഈ കുബേരമുദ്രയെ പിടിക്കുക, കണ്ണുകളടച്ചിരിക്കുക. ഹലോ, ചോദിച്ചോളൂ. സാർ, അതായത് നമുക്ക് മറ്റൊരാളുടെ ഇപ്പൊ സ്വഭാവത്തിൽ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു സ്വഭാവം ഉണ്ട്, അത് മാറ്റി നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ 11-11 ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് അത് എഴുതി ഇതപ്പോ അതെങ്ങനെയായി? അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഹാർട്ട് ചക്ര എന്ന് പറഞ്ഞ ഒരു മെഡിറ്റേഷൻ നമ്മളെ ഹൃദയത്തിൽ നിന്ന് മറ്റൊരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ഒരു റെഡ് കളറിലായിട്ട് പോകുന്നതായിട്ടും അതിലൂടെ ഒരു എനർജി പാസ് ചെയ്യുന്നത് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വ്യക്തിയെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ നമ്മൾ മറ്റേ ആ ഒരു കാര്യം നടക്കണമെങ്കിൽ നമുക്ക് ഭയങ്കര സ്നേഹം വേണം. ഒരു വ്യക്തിയിൽ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ അത്രയധികം സ്നേഹിക്കണം. നമ്മളെയാണോ നമ്മൾ അവരെയാണോ? ഇല്ല, നിങ്ങളെ
ആ ഒരു കാരണവശാലും മറ്റുള്ളവരെ സ്നേഹിക്കണം. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക. കാരണം ഹൃദയചക്രം ഭയങ്കരമായിട്ട് തുറന്നു വരും നമ്മളിലേക്ക്. നല്ല വ്യക്തികൾ, ഞാൻ ഏറ്റവും കൂടുതൽ എന്നെയാണ് സ്നേഹിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ അതായത് റിലേഷൻ മാസ്റ്ററിയിൽ ആർക്കൊക്കെയാണോ റിസൾട്ട് ഉണ്ടായത്, അത് ആ വ്യക്തിയെ തേടി പോകുന്നത് കൊണ്ടല്ല, ആ വ്യക്തിയിലേക്ക്. അതായത് റിലേഷൻ മാസ്റ്ററി പലപ്പോഴും പലരും ചിന്തിക്കുന്നത് എക്സിനെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു വ്യക്തിയെ അട്രാക്ട് ചെയ്യില്ല ചെയ്യുന്നത്. അങ്ങനെ അട്രാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ വേണമെങ്കിൽ വീടിൻ്റെ മുന്നിൽ ക്യൂ നിർത്തിയിട്ടുണ്ടാവും. നമ്മളെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികളും റിലേഷൻഷിപ്പ് എല്ലാം തന്നെ ചേഞ്ച് ആവും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛനും ഞാൻ റിലേഷൻ ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. നല്ല റിലേഷൻഷിപ്പ്, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം, സംസാരിക്കില്ല, ഒരുമിച്ച് ഫുഡ് കഴിക്കില്ല, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്ന തുടങ്ങി. എന്നെ ഇന്ന ചൈൽഡ് ഹീൽ ചെയ്തതിന് ശേഷം ഇപ്പം ഞാൻ നല്ല കൂട്ടുകാരാണ്. നമ്മൾ കുട്ടികളെ പോലെ കളിക്കാറുണ്ട്. കാരണം എന്താണ്, ആ ഒരു ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ്, നമ്മളത് ഹീൽ ചെയ്ത് കഴിഞ്ഞതുകൊണ്ടാണ്. അൾട്ടിമേറ്റായിട്ട് ഞാൻ എന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ആ സ്നേഹം വരികയാണെങ്കിൽ നമ്മളെ ആരോഗ്യം നോക്കും, നമ്മളെ കാര്യങ്ങൾ നോക്കും, എല്ലാം നമ്മളെ നോക്കും. അന്നേരം ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, പല സ്ത്രീകളും ചെയ്യുന്ന ഒരു തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കള് ഇതൊരു ചിന്തയാണല്ലോ. മക്കളെ പഠനം, മക്കള് വേണ്ട, ഞാൻ നോക്കണ്ടെന്ന് പറയുന്നില്ല, മക്കളെ കാര്യം നോക്കണം. പക്ഷേ അതിനേക്കാളും ഉപരി നമ്മളെ കാര്യം നോക്കണം. അവസാനം മക്കൾ തന്നെ പറയും, അമ്മയ്ക്ക് വേണ്ടി ജീവിച്ചില്ലല്ലോ, എന്തിനാണ് ജീവിച്ച് മതിക്കുക. അന്നേരം തകർന്നു പോകും പലരും. അത് ഞാൻ എപ്പോഴും അമ്മയോട് പറയാറുണ്ട്. അമ്മ ഇപ്പോൾ ഡാൻസ് കളിക്കാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്, യാത്രകൾ പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു കേൾപ്പിക്കുന്നതാണ്. കാരണം നാളെ അങ്ങനത്തെ ഒരു ചോദ്യം വരാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെ ഹീൽ, അതായത് ഈ അടുത്ത ബാച്ച് മുതൽ നമ്മുടെ റിലേഷൻഷിപ്പിനാണ് പ്രാധാന്യം കൊടുക്കുക. റിലേഷൻഷിപ്പും പണം കഴിഞ്ഞ ബാച്ചിൽ പണം തന്നെയായിരുന്നു ഫോക്കസ് ചെയ്ത്. ഇത്തവണത്തെ റിലേഷൻഷിപ്പ് അതിലെങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ മെഡിറ്റേഷൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പണമുണ്ട്, പണത്തെ വിടാൻ പറ്റില്ല. മണി എൻ്റെ റിലേഷൻഷിപ്പാണ്. അതിൽ എനിയഗ്രാം ഉൾപ്പെടുത്തണം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. എനിയഗ്രാമിലെ കുറേ ടോപ്പിക്കുകളുണ്ട്. പിന്നെ ഡാർക്ക് സൈക്കോളജി, പിന്നെ ബിസിനസ്സിൽ എങ്ങനെ റിലേഷൻഷിപ്പിനെ എങ്ങനെ കൊണ്ടുവരാം, ബിസിനസ് റിലേഷൻഷിപ്പ് എങ്ങനെ കീപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനിയുള്ള എലൈൻമെൻറ്റ് മാസ്റ്ററിയിൽ. ഓക്കെ, അന്നേരം എല്ലാവരും കുബേര മുദ്ര പിടിക്കുക. എന്നിട്ട് തൊടയുടെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ പോവാണ്. ആ ഒരു കാര്യത്തിൽ, അതായത് പ്രധാനപ്പെട്ട ആ ഒരു കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്യും. എന്നിട്ട് അതിന് ശേഷം നിങ്ങളുടെ ലൈഫിലെ പണം വരുന്നതായിട്ടെല്ലാം തന്നെ നിങ്ങൾ ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും കണ്ണ് അടച്ചിരിക്കുക. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസനിശ്വാസവും ശരീരം കൂടുതലായിരുന്നതായി സങ്കല്പിക്കുക. എൻ്റെ മനസ്സും ശരീരവും പൂർണ്ണമായും ശാന്തമാണ്. നിങ്ങളുടെ ശ്രദ്ധ ശ്വാസനിശ്വാസങ്ങളിലേക്ക് മാത്രം നൽകുക. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും കാണാൻ ശ്രമിക്കുക. തലയുടെ മുകൾ ഭാഗം, കണ്ണുകൾ, നെറ്റിത്തടം, കവിളുകൾ, ചെവി, മുഖം മുഴുവനായും കാണുക. കഴുത്ത്, ഹൃദയഭാഗം, ഇരു കൈകൾ,
വയർ, പുറം, നിങ്ങളുടെ ലൈംഗിക അവയവങ്ങൾ, കാലുകൾ, ശരീരത്തിലെ എല്ലാ മസിലുകളും എല്ലാ നാഡികളും പൂർണ്ണമായും അയഞ്ഞിരിക്കുകയാണ്. ഒരു രീതിയിലും ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. ശരീരം എങ്ങനെയാണോ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നിലനിൽക്കട്ടെ. ആകാശത്തിൽ നിന്നും ഒരു സ്വർണ്ണ നിറമുള്ള പ്രകാശം ഭൂമിയിലേക്ക് വരികയാണ്. സാവധാനം അത് നിങ്ങളുടെ വീടിന് മുകൾ ഭാഗത്തിലൂടെ നിങ്ങളുടെ തലയോട്ടിയുടെ തൊട്ടു മുകൾ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. തലയോട്ടിയുടെ മുകൾ ഭാഗം ഏതെങ്കിലും സ്പന്ദനം അഥവാ വൈബ്രേഷൻ അനുഭവിക്കുന്നുണ്ടോ? സാവധാനം ആ ദിവ്യമായ സ്വർണപ്രകാശം താഴേക്കിറങ്ങി നിങ്ങളുടെ മുഖം മുഴുവനായി വ്യാപിക്കുന്നു. കഴുത്തിലൂടെ ഹൃദയഭാഗത്തേക്ക് എത്തുന്നു. ഹൃദയഭാഗത്തിൽ നിന്നും ആ ഒരു ദിവ്യമായ പ്രകാശം നിങ്ങളുടെ വയറിലേക്കും ലൈംഗിക അവയവങ്ങളിലേക്കും ഇരു കാലുകളിലേക്കും എത്തുകയാണ്. നിങ്ങളുടെ ശരീരം മുഴുവനും സ്വർണ്ണ നിറത്താൽ തിളങ്ങുകയാണ്. ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെയും ആകർഷിക്കാനുള്ള ഊർജം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ എഴുതി വെച്ച ആ ഒരു ആഗ്രഹം എന്താണ്? ആഗ്രഹത്തെ കാണുക. പണമാണോ, ബന്ധമാണോ, എന്തുമാവട്ടെ അതിനെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഈ നിമിഷത്തിൽ ആ ഒരു കാര്യം നടക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തുക, ജോലി, ആ ഒരു ബന്ധം, നല്ല ആരോഗ്യം നിങ്ങൾക്കുണ്ട്. ആ ഒരു ആഗ്രഹം ഈ നിമിഷത്തിൽ നടക്കുകയാണ്. ആഗ്രഹം നടക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ സന്തോഷിക്കുക? അതിനെ കാണുക, അതിനെ അനുഭവിക്കുക. ആ ഒരു സന്തോഷം നിങ്ങളുടെ ശരീരം മുഴുവനും ആ സന്തോഷത്തിലാണ് നിലനിൽക്കുന്നത്. ആ ഒരു കാര്യം ഈ നിമിഷത്തിൽ നടക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും അതിൻ്റെ സന്തോഷം, അതിനെ ആനന്ദം കൊണ്ടുവരിക. മുഖത്ത് ഇളം പുഞ്ചിരി കൊണ്ടുവരിക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും മക്കളുമായുള്ള ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിലൂടെയാണ് ഈ നിമിഷം. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. മക്കൾ
മക്കളെല്ലാവരും നല്ല രീതിയിൽ പഠിക്കുകയും നല്ല ജോലി വാങ്ങുകയും ചെയ്യുന്നു. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന്, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് പണം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പണത്തെ നിങ്ങൾ ആസ്വദിക്കുന്നു. ആ ഒരു പണത്തിന് നന്ദി പറയുക. നിങ്ങളുടെ കൈകളിലേക്ക് ഇന്ന് പണം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വഴിയിലൂടെയല്ല, നിരവധി ബിസിനസ്സിലൂടെ, ലോട്ടറിയിലൂടെ, സമ്മാനമായി എല്ലാം തന്നെ പണം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പണത്തെ നിങ്ങൾ ആസ്വദിക്കുന്നു. പണത്തെ നിങ്ങൾ സ്നേഹിക്കുന്നു. പണം ഉപയോഗിച്ച് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നത്? വീട്ടിലേക്കുള്ള വസ്തുക്കളാണോ, കാറാണോ, വീടാണോ? അതിനെ കാണാൻ ശ്രമിക്കുക. അതിനെ അനുഭവിക്കാൻ ശ്രമിക്കുക. ശരീരം മുഴുവനും ആ ഒരു സന്തോഷം നിലനിൽക്കട്ടെ. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഈ നിമിഷത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ബന്ധങ്ങൾ, ആരോഗ്യം, നല്ല അവസരങ്ങൾ എല്ലാം തന്നെ നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുക. നന്ദി, നന്ദി, നന്ദി. കുറച്ച് സമയം ആ ഒരു സന്തോഷത്തിൽ, ആ ഒരു ആനന്ദത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കയ്യിൽ ഇന്ന് വളരെയധികം പണമുണ്ട്. ആ പണത്തെ നിങ്ങൾ ആസ്വദിക്കുന്നു. നിങ്ങളുടെ പങ്കാളി, മക്കൾ നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിലെ ഓരോ നിമിഷവും നിങ്ങൾ ആസ്വദിക്കുകയാണ്. എല്ലാത്തിനും നന്ദി, നന്ദി, നന്ദി. കൈകൾ പരസ്പരം ഉരസുക. സന്തോഷത്തോടെ ആ കയ്യിലെ ഊർജം കണ്ണുകളിലേക്ക് നൽകുക. സാവധാനം കണ്ണുകൾ തലോടിക്കൊണ്ട് തുറക്കുക. എങ്ങനെയുണ്ടായിരുന്നു? കുറച്ച് നെറ്റ് പ്രോബ്ലം ആയതുകൊണ്ട് അധികം ഒന്നും കേൾക്കാൻ പറ്റിയില്ല. ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമല്ലോ അല്ലേ? അതെ അതെ അതെ, അപ്ലോഡ് ചെയ്യും. വേറെ ഫീൽ ഗുഡ് ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. നന്നായിട്ട് തന്നെയായിരുന്നു സാറ്, സൂപ്പറായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ ഉണ്ടായിരുന്നു. നല്ല ഫീലിംഗ് ആയിരുന്നു സാർ. നല്ല ഫീലിംഗ് ആയിരുന്നു. അതാണ് എലമെന്റ് മാസ്റ്ററിൽ മെയിനായിട്ട് ഈ ടൈപ്പ് ഓരോരോ മെഡിറ്റേഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ആണ്, ഗോൾഡൻ ആയിട്ടുള്ള മെഡിറ്റേഷൻ ആണ് കൊടുക്കുന്നത്. മിറർ മെഡിറ്റേഷൻ ഇടയിലും അങ്ങോട്ട് മനസ്സ് ഒന്ന് പോവുക.
എങ്ങനെയാണ് അവിടെയാണ് പ്രശ്നം. ഇടയിലൊന്ന് തെന്നി പോകുന്നുണ്ട് മനസ്സ്. അത് അന്നേരം എന്ത് ചെയ്യണം? അത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ആ കുറച്ച് സമയം ഹോൾഡ് ചെയ്തിട്ട് വിടുക. അന്നേരം ശ്രദ്ധ വിട്ട നമ്മുടെ പ്രാണനിലൂടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും. ഓക്കെ. അതൊന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, അന്നേരം ഇതെല്ലാം ക്ലാസ്. അന്നേരം ഈ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾ എഴുതി വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതൊന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇപ്പം പറഞ്ഞ 11 ടെക്നിക്ക് ഇനി 11 ദിവസം നമ്മൾ ഒന്ന് ചെയ്യുക. നല്ല റിസൾട്ട് കിട്ടുന്ന കാര്യമാണ്. കാരണം നാളെ 11 ആണ്, 12/11 ആണ്. അന്നേരം അത് ഒരു 11 പോർട്ടൽ ഓൺ ആണെന്ന് പറയുന്നുണ്ട്. അതൊന്ന് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഏറ്റവും നല്ലൊരു ദിവസം കഴിഞ്ഞ മാസം 11/11 ആയിരുന്നു. അന്നേരം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ഇന്നും പോർട്ടൽ ഓൺ ആകുന്നുണ്ട് 11/12-നാണ്. 11 എന്ന് പറയുന്നത് ഒരു ഇതാണ്, ഏഞ്ചൽ നമ്പറാണ്. അതൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ എലൈൻമെൻറ്റ് മാസ്റ്ററി ഇപ്പോഴും അഡ്മിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നല്ലൊരു ജീവിതം വേണം, അല്ലെങ്കിൽ നല്ലൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ എലൈൻമെൻറ്റ് മാസ്റ്ററി ഇപ്പം പറഞ്ഞ പോലെ തന്നെ എലൈൻമെൻറ്റ് മാസ്റ്ററിയുടെ ടോപ്പിക്സും അതിൽ കൊടുക്കുന്ന ഒരു മെഡിറ്റേഷൻ ആണ്. മെയിനായിട്ട് ഹീലിംഗ് ആണ്. നമ്മളെ ഉപബോധ മനസ്സിനെ ചേഞ്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 കപ്പ് മെത്തേഡ് 1 കപ്പ് മെത്തേഡല്ല. അതിലേക്ക് നിങ്ങൾ ആ ട്രാൻസ് സ്റ്റേജിലേക്ക് പോയിട്ട് നിങ്ങളെ തന്നെ മാറ്റിയെടുക്കുകയാണെങ്കിൽ ആ ചേഞ്ചസ് നിങ്ങളിലേക്ക് വരും. ഇപ്പം ഷീജ മോർണിംഗ് ബാച്ചിലാണ്. അദ്ദേഹം ഈ ഒരു ഹൈറിച്ചോ അതുപോലെ എന്തോ ബിസിനസ് ചെയ്യാണ്. ആദ്യമൊന്നും ആൾക്കാർ ജോയിൻ ചെയ്തില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ. ഇപ്പോൾ അദ്ദേഹം ഹീൽ ചെയ്തു. ഒന്ന് നല്ല രീതിയിൽ പുസ്തകം വായിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. മൂന്നാമത്തെ കാര്യം, അദ്ദേഹത്തിലേക്ക് ആൾക്കാർ വരികയും ടീം ബിൽഡ് ചെയ്യാൻ സാധിച്ചു. നല്ല കോൺഫിഡൻസോടെ സംസാരിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് അത് സാധിച്ചത്. അങ്ങനെ കുറേ ടോപ്പിക്സ് ബിസിനസ് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അലൈൻമെൻറ്റ് മാസ്റ്ററി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇപ്പോൾ അഡ്മിഷൻ ഏകദേശം ക്ലോസ് ആകാൻ പോകുന്നുണ്ട്. നമ്മളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അന്നേരം വീണ്ടും ഞാൻ നന്ദി പറയാണ്. ഇനി നമ്മൾ ഇടയ്ക്കെല്ലാം ഇതേപോലെ തന്നെ ഒരു ലൈവിൽ വരാൻ വേണ്ടി ഞാൻ ഫ്രീ ലൈവിൽ 10 മണിക്കായിരിക്കും ഉണ്ടാവുക. 10 മണിക്ക് വേണ്ടിയിട്ട് വരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. സാർ ഒരു സംശയം ചോദിക്കണ്ടായിരുന്നു. ചോദിച്ചോ. ഞാൻ ബ്രേസ്ലെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അതില് അലാസ്റ്റിക്കിന് ഒരു ചെറിയൊരു എവിടെയോ ഒരു പൊട്ടിന്റെ അത് കണ്ടു ഞാൻ. അത് വിഷയമില്ല. അത് ഇൻ കേസ് അത് ചിലപ്പോൾ നമ്മൾ ഇട്ട് എലാസ്റ്റിക് ആണല്ലോ, വലിയ ഇതാകുകയാണെങ്കിൽ അത് ഇലാസ്റ്റിക് നമുക്ക് കിട്ടും, കിട്ടും ഫാൻസി ഷോപ്പിൽ നിന്ന്. അത് ഇട്ടാൽ മതി, കോത്ത് ഇട്ടാൽ മതി. നല്ല മാറ്റം ഇതിട്ടിട്ട് എനിക്ക് ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നു. പിന്നെ എന്റെ മെമ്മറി വീണ്ടും എങ്ങനെയാണ് ബാക്കിൽ നിന്ന് കിട്ടുന്ന, എനിക്ക് ചീത്തവിളി അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് വീണ്ടും പോയി അത്. അതെന്താ വെച്ചാൽ അത് ഡെയിലി ഹീൽ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്ന അത് ക്ലെൻസ് ചെയ്യുക, എന്നിട്ട് വീണ്ടും ഇടുക കേട്ടോ. അങ്ങനെ ചെയ്യണം. എന്നാലാണ് വെറുതെ കയ്യിലിട്ട് നടക്കുന്ന കാര്യമല്ല, ഡെയിലി അത് ഹീലിംഗ് ചെയ്യാൻ. പലർക്കും ഇപ്പോൾ ലോട്ടറി അടിച്ചിട്ടുണ്ട്, പലർക്കും പല ചേഞ്ചസും വരുന്നുണ്ട്. ഡെയിലി അവർ ഡെയിലി ക്ലെൻസിങ് അല്ല, ഫുൾ മൂൺ ഡേയിൽ നിർബന്ധമായിട്ടും നമ്മൾ ബ്രേസ്ലെറ്റ് ഇട്ടിട്ടുണ്ട്, ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, കുറേ സെയിലായിട്ടുണ്ട്. ഏകദേശം 1000-ലധികം ഇങ്ങനെ പീസസ് സെയിലായിട്ടുണ്ട്. ഇപ്പോഴും ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് പ്രൊഡക്റ്റും കൂടി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 7 ചക്ര ബ്രേസ്ലെറ്റ് മേടിക്കാം. ഇനി വെൽത്ത് മാഗ്നറ്റ് എന്ന് പറഞ്ഞൊരു ഒരു ബ്രേസ്ലെറ്റ് ഇറക്കാൻ വേണ്ടിയിട്ട്, അത് വെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള മാഗ്നറ്റാണ്. അത് മീൻസ് ക്രിസ്റ്റൽസ് ആണ്. അതിൽ സിജിൽ സിമ്പലും കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അത് ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അത് നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീലേഴ്സുമായിട്ട് ഇതേപോലെ ക്രിസ്റ്റൽസ് ഡീൽ ചെയ്യുന്ന ആൾക്കാരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആ സമയത്ത് നമ്മൾ അറിയിക്കും. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഫുൾ മൂൺ ഡേയിൽ നിർബന്ധമായിട്ടും നിങ്ങളെ ക്രിസ്റ്റൽസ് ഇങ്ങനെ ക്ലെൻസ് ചെയ്യാം. ക്ലെൻസിങ് പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഹീൽ ചെയ്യാം. നിർബന്ധമായി ചെയ്തിരിക്കണം. എന്നാലാണ് അത് റിസൾട്ട്സ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഉണ്ടാകുകയുള്ളൂ. ഇപ്പോൾ ഒറ്റ ദിവസം നിങ്ങൾ ഹീൽ ചെയ്തു ഇല്ല, അതിനെക്കൊണ്ട് കാര്യമില്ല. ഡെയിലി 16 മിനിറ്റ് ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം. 7 ചക്രങ്ങൾക്കും വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻസ് നമ്മൾ നൽകിയിട്ടുണ്ട്. അതിൽ ആ ഒരു ഹീലിംഗ് ബ്രേസ്ലെറ്റിൻ്റെ രണ്ടാമത്തെ QR സ്കാൻ ചെയ്യാൻ കിട്ടും. ഞാൻ അടുത്ത ലൈവിൽ വരുന്ന സമയത്ത് ആ കാർഡ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ ലൈവിൽ കാണിച്ചിരുന്നു, അങ്ങനെ കാണിച്ചു തരുന്നതായിരിക്കും. അന്നേരം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. നമ്മളത് ലിങ്ക് ഇട്ടിട്ടുണ്ട്. നമ്മളതൊരു വേറെ ഒരു സപ്പോർട്ടീവ് ഹീലിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു കമ്പനീനെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അതൊരു സ്റ്റാഫാണ്, നിഫാനയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും സാർ 6, 9, 3 പ്രാവശ്യം രാവിലെ വൈകി ഉച്ചയ്ക്ക് 6 അത് എത്ര പ്രാവശ്യം എഴുതണം? അത് ഞാൻ പറഞ്ഞുതരാം. 369 എന്ന് പറഞ്ഞ മെത്തഡാണ്. അത് രാവിലെ എഴുതിയതിനു ശേഷം 3 തവണ. അത് എത്ര ദിവസമാണ്? അത് 28 ഡേയ്സ് നമ്മൾ എഴുതണം. അതിൽ ഓരോ ദിവസം ഓരോ ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ് എഴുതേണ്ടത്. ഒരേ ആഗ്രഹം എല്ലാ ദിവസവും പറ്റില്ല. ഇല്ല, ഇതിലിപ്പോൾ ഫ്രീ ക്ലാസ് നമ്മൾ നൽകുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഗ്രഹം, ഇപ്പോൾ 28 ആഗ്രഹങ്ങൾ നമ്മൾ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് അല്ലേ? ആ ആഗ്രഹങ്ങളിൽ ഇന്ന് ആഗ്രഹം തിരഞ്ഞെടുക്കുക. എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് ആ 3 ആഗ്രഹങ്ങൾ എഴുതുക. പിന്നെ ഉച്ചക്ക് ഭക്ഷണത്തിന് മുന്നേ
6 ആഗ്രഹങ്ങൾ എഴുതുക. രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നേ 3 9 ആഗ്രഹങ്ങൾ എഴുതുക. ഈ 28 ഒരു ദിവസം തന്നെ അങ്ങനെ എഴുതണം അല്ലേ? അതെ അതെ, ഒരു ദിവസം. അപ്പൊ ഒരാഗ്രഹം ഈ 3 പ്രാവശ്യം 3 നേരം എഴുതുകയല്ല ചെയ്യേണ്ടത് അല്ലേ? ഇല്ല 3, 6, 9 എന്ന് പറഞ്ഞ രീതിയിലാണ് എഴുതേണ്ടത്. അത് നമ്മൾ ആ ഗൈഡഡ് മെഡിറ്റേഷനിൽ പറയുന്നുണ്ടല്ലോ. അത് കേൾക്കുന്ന അത് ഏത് സമയത്തും എന്ത് ചെയ്യുക, ആ ഒരു ഇയർഫോൺ വെച്ചിട്ട് ആ മ്യൂസിക്. അപ്പൊ ആ രാവിലത്തെ 3 ആഗ്രഹവും വേറെ വേറെ ഉള്ളത്, ഉച്ചയ്ക്ക് 6 വേറെ വേറെ ഉള്ള ആഗ്രഹം. അങ്ങനെയല്ല. ഇന്ന് രാവിലെ ഉള്ള ആഗ്രഹം, അതായത് ഒരു ദിവസം ഒരാഗ്രഹം തിരഞ്ഞെടുത്തിട്ട് 3 തവണ എഴുതുക, ഉച്ചക്ക് 6 തവണ, രാത്രി 9 തവണ. അങ്ങനെ 28 ദിവസം അല്ലേ? അങ്ങനെ 28 ദിവസം എഴുതും. ടെസ്ല കോഡ് മാനിഫെസ്റ്റേഷൻ എന്നാ പറയാ. ടെസ്ലയാണ് അതിനെ കുറിച്ച് പറഞ്ഞത്. നിങ്ങളിപ്പം ചക്രാസിന്റെ ഫ്രീക്വൻസി എല്ലാം കൂട്ടുകയാണെങ്കിൽ 369 108 തവണ നമ്മൾ ജപിക്കാൻ പറയും. 1 + 0 + 8 9 അങ്ങനെ പലതും. ഇപ്പം 101 അങ്ങനെയൊന്നും പറയാറില്ല. ഓരോരോ നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ 369ന്റെ ഒരു കോമ്പിനേഷൻ കാണാൻ പറ്റും. മമ്മൂട്ടിയുടെ കാറിന്റെ നമ്പർ 369 ആണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 369 എന്ന് പറഞ്ഞ നമ്പർ പലതുണ്ട്. ഓക്കെ, എന്നാലും അതൊന്നും ചെയ്തു. താങ്ക് യു സോ മച്ച്. എന്തായാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ലൈവ് കാണാം. ഈ ഒരു ലൈവ് നിങ്ങൾക്ക് ഡെയിലി കിട്ടണമെങ്കിലാണ് എലൈൻമെന്റ് മാസ്റ്ററിയിൽ ജോയിൻ ചെയ്യുന്നത്. കുറെ പേർക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേരണ 2 മാസത്തെ ഗ്യാപ്പും കൂടി ആയിക്കോട്ടെ. എന്തായാലും സന്തോഷം. അപ്പൊ ഫ്രീ ക്ലാസ്സിലൊക്കെ ചേരുന്നുണ്ട്. അതെ, ഫ്രീ ക്ലാസ് തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യും. പിന്നെ പെയ്ഡ് ക്ലാസ്സിലേക്ക് വേണമെങ്കിൽ മാറിയത് നിർബന്ധമൊന്നുമില്ല. അല്ല, സാഹചര്യം ഒത്തു വരുമ്പോ എന്തായാലും അത് ജീവൻ സഹായിക്കട്ടെ. എന്തായാലും സന്തോഷം. എല്ലാവർക്കും ശുഭരാത്രി. എന്തെങ്കിലും ഡൗട്ട്സ് ഗ്രൂപ്പിൽ ചോദിക്കാം. പിന്നെ ലൈവില് വരുന്ന നേരം ഡൗട്ട് ചോദിക്കാം കേട്ടോ. വലിയ മാറ്റം കണ്ടാണെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ശുഭരാത്രി. താങ്ക് യു.